നീ യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ഹല്ലേലൂയ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാൻ, ദൈവകരുണ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷ മേഖലകളെയും പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വരാൻ പോകുന്ന ആരാധന മണിക്കൂറിനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധനയിലൂടെ നീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എല്ലാവരിലേക്കും ദൈവിക കൃപ സമൃദ്ധമായി വർഷിക്കുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് സർവശക്തിയോടുകൂടി നമുക്ക് ഒരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശോയേ, നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച അപ്പോസ്തല സമൂഹത്തിലേക്ക് ആത്മാവിന്റെ അഗ്നി അയച്ചതുപോലെ ഞങ്ങളുടെ ഈ സമൂഹത്തിലേക്കും ആത്മാവിന്റെ അഗ്നി അയക്കണമേ. പുത്തൻ പെന്തക്കോസ്ത് അനുഭവം നൽകണമേ. ഞങ്ങളുടെ ആലയത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുട്ടുമേലായിരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധനയും നായകൻ
അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. കരങ്ങൾ വീശി ചേർത്ത് പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പരിശുദ്ധ ഉടമ്പടി ധ്യാനങ്ങൾ നമ്മളെ ഈ കാലത്ത് വെളിപ്പെടുത്തപ്പെടുന്ന ദൈവാനുഭവത്തിൻ്റെ പുതിയ ജീവിത തലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. ദൈവാനുഭവത്തിൻ്റെ പുതിയ ജീവിത തലങ്ങൾ പലപ്പോഴും നമ്മൾ അനുഭവേദ്യമാകണത് ഉടമ്പടി സാക്ഷ്യങ്ങളിലൂടെയാണ്. എല്ലാ ഉടമ്പടി സാക്ഷ്യങ്ങളിലും അല്ല, ചില അസൽ ഉടമ്പടിക്കാരുണ്ട്. നമ്മൾ എപ്പോഴും എൻ്റെ മനസ്സിൽ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിരിക്കുന്നത് രണ്ടോ മൂന്നോ തരം ഉടമ്പടിക്കാരുണ്ട്. ഒന്ന് ഇങ്ങനെ വഴിപാട് ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും ഇങ്ങനെ ഉടമ്പടി പറയണം, ഉടമ്പടിയുടെ അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പേരിൽ വന്ന് കുറച്ച് ക്ലാസ്സെല്ലാം കേട്ട് പകുതി മനസ്സിലായില്ല എങ്കിലും ഇങ്ങനെ വന്ന് ഇവിടെ വന്നതല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവിടെ ചെയ്യണമൊക്കെ കണ്ടുപഠിച്ച് ചെയ്തു പോകുന്നത്. അവരത് കൊണ്ടുപോയിട്ട് ഒരു പ്രത്യക്ഷ രാവിലെ ഉള്ള ഒരു നീലത്തിരി കത്തിച്ച പ്രാർത്ഥനയും സന്ധ്യക്കുള്ള പച്ചത്തിരി കത്തിച്ച പ്രാർത്ഥനയൊക്കെ അത് വഴിപാട് ഉടമ്പടിയാണ്. വഴിപാട് ഉടമ്പടിക്കാർ എപ്പോഴായാലും ഉടമ്പടിക്ക് വലിയൊരു ഭാരമാണ്, ബാധ്യതയാണ്. എന്നുവെച്ചാൽ അവർ ഉടമ്പടിയിലൂടെ ദൈവം ഈ കാലങ്ങളിൽ ചെയ്യുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് നിർവഹിക്കുന്നതിനെക്കുറിച്ചും അവർക്ക് അതിനെക്കുറിച്ചൊരു ബോധമില്ല. അവർ പൊതുവെ പറഞ്ഞതിന് കേട്ട് അങ്ങനെ വന്ന് ചെയ്യണതാണ്. പകുതി മനസ്സാണ് അവർക്കുള്ളത് അതിൻ്റെ അകത്ത് വരണത്. അതാണ് വഴിപാട് ഉടമ്പടി കുഴപ്പം. ഉടമ്പടിയുടെ ഒരു നോർമലായിട്ട് ഉടമ്പടി ജീവിതം നയിക്കുന്നവരുണ്ട്. സത്യസന്ധമായിട്ടാണ് ചെയ്യണത്, നോർമലായിട്ടാണ് ചെയ്യണത്. പക്ഷേ ഈ വലിയ സാക്ഷ്യങ്ങൾ പറയുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം എനിക്കെന്തുകൊണ്ടാണ് എല്ലാ സാക്ഷ്യങ്ങളും ഇവിടെ പറയാൻ പറ്റാത്തത്? എല്ലാ സാക്ഷ്യങ്ങളെല്ലാം ഉടമ്പടിയുടെ കണ്ടൻറ്റുകളില്ലാത്തത് കൊണ്ടാണ്. എല്ലാ സാക്ഷ്യങ്ങളും ഉടമ്പടിയുടെ സ്ട്രക്ചറൽ കണ്ടൻറ്റ് വേണം. സ്ട്രക്ചറൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് നോട്ട് ബൈ മേട്ടിൽ ഇത് വർക്ക് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിവ് 0 ആയിരിക്കുകയും ദൈവം ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ദൈവം ഫുള്ളായിട്ട് ടേക്കണപ്പ് ചെയ്ത് ഇത് മുഴുവനായിട്ട് ഏറ്റെടുത്ത് ചെയ്യണം. അപ്പോൾ നമ്മുടെ കഴിവ് അവിടെ 0 ആയിരിക്കും. ഫുൾ മുടക്കണത്, എൻ്റെ തിയറിയും പ്രാക്ടിക്കലും എല്ലാം മുടക്കണത് ദൈവമായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ജോസഫ് ഗ്രിഗരി എന്നും പറഞ്ഞൊരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞു. കുടുംബസമേതം പറഞ്ഞത്, ഭാര്യയും 4 കുഞ്ഞുങ്ങളും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാമല്ലോ ഈ കാലത്ത് ഭാര്യയും ഭർത്താവും 4 കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കണത് അതിൻ്റെ ഒരു കുഞ്ഞിന് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാരം നമുക്ക് മനസ്സിലാകും. നമുക്ക് എന്തെങ്കിലും ഒരു ഭാരം ഉണ്ടാകുന്നത് എപ്പോഴും ഏതെങ്കിലും ഒരു ഭാരം, എക്സ്ട്രാ വെയിറ്റ് നമുക്ക് വരുന്നത് ഒരുപക്ഷെ ഉടമ്പടിക്ക് അത് ഗുണമാണ് ചെയ്യണത്. ഏതെങ്കിലും ഒരു കാര്യത്തിന് എക്സ്ട്രാ വെയിറ്റ് വരണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത ഭാരം. മിതമായ ഭാരം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടല്ലോ. മിതമായ ഭാരം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്.
അമിതബാധ എക്സ്ട്രാ വെയിറ്റാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എക്സ്ട്രാ വെയിറ്റ് വന്നാൽ, എക്സ്ട്രാ വെയിറ്റ് വരുന്നവരെ ചിലർ ആ എക്സ്ട്രാ വെയിറ്റ് എന്ന് വെച്ചാൽ അമിതഭാരം അത് ശരിക്കും ബിബ്ലിക്കലൈസായിട്ട് ചെയ്യും. വെച്ചാൽ അത് സുവിശേഷ വിഹിതമായി അതിനെ സമീപിക്കും. ഇപ്പോൾ ഇവരുടെ വിഷയം എന്ന് പറയുന്നത്, ഈ കുഞ്ഞുങ്ങളോട് ഇവർ കാനഡയിൽ താമസിക്കുകയാണ്. ഇദ്ദേഹത്തിന് ജോസഫ് ഗ്രിഗറി എന്ന് പറയുന്ന ആളിനെ കാനഡയിലെ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവാണ് ആൾ. പക്ഷേ അദ്ദേഹത്തിന് അത്ര ബിസിനസ് അങ്ങനെ പുരോഗമിക്കണില്ല. എങ്കിലും അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് പാലും ഭക്ഷണവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങൾ, കുടുംബം നോക്കാനുള്ള കാര്യങ്ങൾ കിട്ടും. വൈഫ് അവിടെ നേഴ്സാണ്. പക്ഷേ അദ്ദേഹം അവിടെ ചെയ്യുന്ന ജോലി അവരത്ര കംഫർട്ടല്ല. അവിടെ കാര്യം 4 കുഞ്ഞുങ്ങളെ പോറ്റണ്ടേ, അതിൻ്റെ കൂടെ ആണ് ജോലി ചെയ്യേണ്ടത്, ഭാര്യയും ഭർത്താവും ജോലി ചെയ്യണത്. അപ്പം അതിൻ്റേതായിട്ടുള്ള പരാധീനതകളുണ്ട്. അപ്പോൾ ഒരു മിനിമം ഫാമിലിയാണ്. പക്ഷെ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുതൽ കാരണം, അവരുടെ ബാലാരിഷ്ടതകളിലൊക്കെ അവർ ജീവിക്കുന്നത് കാരണം കുടുംബം ഇങ്ങനെ കരകയറി വരത്തില്ല. അതാണ് എക്സ്ട്രാ വെയിറ്റ് എന്ന് പറയുന്നത്. കരകയറി വരത്തില്ല, ഇത്തിരി പാടായിരിക്കും. ഇങ്ങനെ വരുമ്പോഴാണ് ഈ ഡോട്ട് മൈ മെരിറ്റ് വർക്ക് ചെയ്യുക. ഉടമ്പടിയിൽ മാത്രമേ ആ ഒരു പ്രൊവിഷനുള്ളൂ. അപ്പോൾ എന്തു ചെയ്യും, ഈ കുടുംബം നാട്ടിൽ വരുമ്പോൾ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുമ്പോൾ ഉള്ള ഒരു ചില ആൾക്കാർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഉള്ള ഗുണമെന്ന്, ഉടമ്പടി അപ്പം തന്നെ രജിസ്റ്റേർഡ് ആവും. കഴിഞ്ഞാൽ ദൈവത്തിനറിയാം, അതാണ് എൻ്റെ വിഷയം. ദൈവത്തിനറിയാം ഇവർ ഉടമ്പടിയിൽ വളരെ മുന്നോട്ട് പോകുമെന്ന് ദൈവത്തിനറിയാം. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും. നിങ്ങൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇത് 2 ആഴ്ച ഉടമ്പടിയാണ്, ഇതൊന്നും നടക്കത്തില്ല, ഇവരുടെ പ്രീ ഹിസ്റ്ററി വളരെ മോശമാണ്. ഈച്ചയെ പോലെയാണ്, എല്ലാ ഭക്ഷണത്തിലും പോയി ഇരുന്നേച്ചും പൊങ്ങിപ്പോരും ഇങ്ങോട്ട്. ഈച്ച ഉടമ്പടിക്കാർ ഒത്തിരി പേരുണ്ട്. മക്കീസ് കവനൻ്റുകാർ കുറേ ഉണ്ട്. അത് കുറേ നാളത്തേക്ക് അത് ചെയ്യും. പിന്നെ അവർ വേറെ അവരുടെ ഇൻട്രസ്റ്റ് മാറും. ഈച്ച കണ്ടിട്ടില്ലേ, വന്നിരുന്നേച്ച് വേറെ സ്ഥലത്തേക്ക് ഉടനെ പോകും. ഈച്ച ഉടമ്പടിക്കാരുണ്ട്. വെച്ചാൽ അവരിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകും. അവിടെ ഇൻട്രസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് പോകും. അതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അപകടം ഉണ്ടാക്കും. എന്താ വെച്ചാൽ നിങ്ങൾ ഇതിൽ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഇതൊന്നും ഇവർ ചെയ്യാൻ പോണില്ല. ഇവർ ചുമ്മാ എന്തെങ്കിലും അനുഗ്രഹം കിട്ടണേ എന്നുള്ള രീതിയിൽ മനസ്സോടെ വന്ന് ചെയ്യണതാണ്. ഇവരിതിൻ്റെ റിസ്ക് ഒന്നും എടുക്കത്തില്ല. ഉടമ്പടിയുടെ ഏറ്റവും വലിയ സത്യസന്ധത എന്ന് പറയണത് ഇത് ഈ അലപരാധി ആയിട്ടുള്ള ആധ്യാത്മികക്കാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ വിഷയം. നമ്മൾ കുടുംബങ്ങൾ നയിക്കുന്നത് ഒരു അലപരാധി ആധ്യാത്മികതയാണ്. സന്ധ്യക്കൊരു ജോമാല ചെല്ലും, അത് ചിലർ പലത് ഉറങ്ങും, ചിലത് കട്ട്ഷോട്ട് ചെയ്യും. ചില ആൾക്കാർ ചിലർ ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കം വരുമ്പോൾ കൊന്ത ചെല്ലും. അങ്ങനെ കുറച്ച് പേര് ചെല്ലുമ്പോൾ നേരത്തെ ചെല്ലുമ്പോൾ എല്ലാവരും ഉണ്ടാകത്തില്ല. ഇങ്ങനെ അലപരാധി ആധ്യാത്മികക്കാരാണ് കുടുംബത്തിലുള്ളത്. ഇന്നിപ്പോൾ അത് മാറിയത്, അതാരാ മാറ്റിയിരിക്കണത്? ഈ ഉടമ്പടി എടുത്ത കുടുംബങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അവരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിലെല്ലാം കുടുംബസമേതം മൊത്തം മാറിയിരിക്കുന്ന ആൾക്കാർ. മൊത്തം മാറിയത് തന്നെയല്ല, എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ദൈവ ജീവിത മണ്ഡലങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരാഞ്ഞെന്ന് കൂടി നമുക്ക് ഇപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഈ കണ്ണീരിലേക്ക് കർത്താവ് ഇത്രയും നാൾ ഓരോ മനുഷ്യൻ്റെ കണ്ണീരിലേക്കും അവൻ അർഹിക്കുന്ന അവൻ്റെ കഴിവിനേക്കാൾ വലിയ ഒരു സാധ്യതകളിലേക്ക് എന്തുകൊണ്ട് ദൈവം വന്നില്ല എന്നുള്ളത് ഉടമ്പടിയുടെ ജീവിക്കുമ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഇപ്പോൾ ഈ കവിതയുടെ കാര്യം തന്നെ എന്താണ്? കവിത കർത്താവിനോട് പറയുന്നത്, കർത്താവ് ഈ 4 കുഞ്ഞുങ്ങളെ വളർത്താൻ ഞങ്ങളുടെ 2 പേരുടെയും ജോലി പറ്റത്തില്ല, നടക്കത്തില്ല. ഇന്നത് കൂടുതൽ ചിലവ് വരികയാണ്.
കൂടെ ചിലവ് വരികയാണ്. അപ്പോൾ എന്നാ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് രാത്രി മാതാവ് ഈ കവിതയ്ക്കൊരു സ്വപ്നം കാണിച്ചു കൊടുക്കും. ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് ഈ സ്വപ്നം എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യത്തിൽ ഞാൻ ഇതൊരു സ്വപ്നങ്ങളിൽ വരണത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. സ്വപ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രിക്സിൽ, കനേഡിയൻ ബ്രിക്സിൽ പണി ചെയ്തിട്ടുള്ള ഒരു വലിയ ഒരു നിർമ്മിതി, അതൊരു ഹോസ്പിറ്റലിലാണ്. അപ്പം നീ ഇവിടേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറയും. കണ്ട എന്തെല്ലാം കറക്റ്റായിട്ടാണ് പറയണത്. നമ്മൾ വെറുതെ ഇങ്ങനെ പൊട്ടസ്വപ്നം ദിവാസ്വപ്നം കാണുകയില്ലേ, ആ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ പിക്ചർ കാണിക്കും. കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസാണ്, പിക്ചർ കാണിക്കും. ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഹോസ്പിറ്റലിൽ, നീ ഓൺലൈനിൽ ഇവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറയും. അപ്പോൾ കവിത രാവിലെ എഴുന്നേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കും. എന്നിട്ട് പിന്നെ 1500 കിലോമീറ്റർ അകലെയുള്ള ഈ ഹോസ്പിറ്റലിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്യും. ഓൺലൈനിൽ ഇൻ്റർവ്യൂ നടക്കുകയും ചെയ്യും. പെട്ടെന്ന് ഇവർക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടും. അതാണ് അമ്മ ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ദൈവം കൺട്രോൾ ചെയ്യണതാണ്. പിന്നെ നമ്മളിങ്ങനെ ഈ നമ്മുടെ ബോഗികളെ എഞ്ചിൻ വലിച്ചുകൊണ്ട് പോകത്തില്ലേ ട്രെയിനിൽ, അതുപോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. അത് പക്ഷേ എന്താ വിഷയത്തിൽ നമ്മളങ്ങനെ അത് വലിയൊരു സാധ്യതയാണ്. അതായത് ഈ 144 ബോഗികളുണ്ടെങ്കിലും ഈ ഒറ്റ എൻജിൻ വലിച്ചുകൊണ്ട് പോകും. എന്നുവെച്ചാൽ നമ്മൾ ഉടനെ നമ്മുടെ യന്ത്രവൽകൃതമായി പോകും ഉടനെ. അതാണ് ഏറ്റവും വലിയ ഒരു ഉടമ്പടി എന്ന് പറയണത്. ദൈവവൽകൃതമായി പോകും, ദൈവം ബന്ധിച്ച് പിന്നെ ദൈവം തന്നെയാണ് ഇപ്പം കാണിച്ചു കൊടുക്കുമെന്നില്ല പറയണത്. അത് നിങ്ങളിങ്ങനെ കഥ കേൾക്കണ പോലെ കേൾക്കരുത്. കഥയുടെ ഞാൻ നിങ്ങൾക്കറിയാമല്ല, കഥ പറയണ ആളേ അല്ല, ഒരിക്കലും ഒരു കഥ ഞാൻ പറഞ്ഞിട്ടില്ല. പണ്ടൊക്കെ പറയുമായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ യാഥാർത്ഥ്യ വിഷയങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കഥകൾക്ക് കാര്യമില്ലെന്ന്. ദൈവം അതിൻ്റെ സത്യസന്ധമായ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ വളരെ വൈറ്റ് ആൻഡ് ബ്ലാക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതല്ലേ പറയേണ്ടത്, കഥയിലല്ല പറയേണ്ടത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ സാക്ഷ്യങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം. കാര്യം അവരെങ്ങനെയാണ് ഇത്രയും ദൈവവുമായിട്ട് ഇത്രയും ഒരു ഇൻറ്റിമസി ആയതെന്ന്. എൻ്റെ മക്കളെ, എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് ഒരു ഇൻറ്റിമസിയുടെ പ്രശ്നമേ ഇവിടെ ഉള്ളൂ. എന്താണ് സ്പിരിച്വാലിറ്റി? അപ്പം ഞാൻ പറയും ഇറ്റ് ഈസ് നത്തിങ് മോർ ദാൻ ഇൻറ്റിമസി വിത്ത് ഗോഡ്. അതേ പറയത്തുള്ളൂ ഞാൻ. സ്പിരിച്വാലിറ്റി എന്താണ്, ആധ്യാത്മികത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്താണ്? ദൈവമായിട്ട് അദമ്യമായ ഒരു ആത്മബന്ധമുണ്ടാക്കുക. ഉടമ്പടി എന്തിനാണെന്ന് ചോദിച്ചാലും അത് തന്നെയാണ് ഉടമ്പടിയുടെ ഉത്തരം. എന്തിനാണ് ഉടമ്പടി, എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടനെ ജപ്തി നടപടി മാറാനാണെന്ന് പറയരുത്. അത് ഈ എന്താണ് പറയണത്, അത് പുകിട് മനുഷ്യർ അങ്ങനെ പറയത്തുള്ളൂ. സ്ഥലം വിൽക്കാനാണ്, മകളെ കെട്ടിക്കാനാണെന്ന് പറഞ്ഞേക്കരുത്. അത് ഉടമ്പടി എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ്? ഫോർ ഇൻറ്റിമസി വിത്ത് ഗോഡ്. അത്രേ ഉള്ളൂ. സിമ്പിൾ, തീർന്ന്. എന്തിനാണ്? ദൈവവുമായിട്ട് ആഴമായ ആത്മബന്ധത്തിന്. ഒന്ന് പറഞ്ഞേ, ഉടമ്പടി എന്തിനാണ്? ദൈവവുമായിട്ടുള്ള ആഴമായ ആത്മബന്ധത്തിന്. ഇതാണ് സംഭവം. ഉടമ്പടി ആത്മബന്ധത്തിന്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ഉടമ്പടി PR കിട്ടാനും അതുപോലെ തന്നെ വിസ പ്രോസസ്സിനുമല്ല. നിങ്ങളും ദൈവവും തമ്മിൽ ഒരു ആത്മബന്ധത്തിലായാൽ അതൊന്നും പ്രശ്നമേ അല്ലാതെ വരും. കാര്യം എന്താണ്? അതൊക്കെ ദൈവത്തിൻ്റെ പ്രശ്നമായി മാറും. ഇപ്പോഴെന്താ പ്രശ്നത്തിൽ നിങ്ങൾ ഉടമ്പടി ചെയ്ത പല പ്രശ്നങ്ങളും ഇപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങളാണ്. ദൈവം അത് ദൈവത്തിൻ്റെ പ്രശ്നമായിട്ട് ഏറ്റെടുത്തില്ല. ഇതൊരു അപകടമാണ് മക്കളെ, വളരെ അപകടമാണ്. ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ടും പല ഉടമ്പടി വിഷയങ്ങളും നമ്മുടെ വിഷയങ്ങളാണ് ഇപ്പോഴും. അതൊന്നും ദൈവത്തിൻ്റെ വിഷയങ്ങളല്ലാതെ ഇരിക്കണം. ഇപ്പോഴും ദൈവം അത് ഏറ്റെടുത്തിട്ടില്ല, ദൈവത്തിൻ്റെ വിഷയങ്ങളല്ല. അത് നിങ്ങളൊന്ന് ധ്യാനിക്കണം, നല്ലതാണ്. എൻ്റെ വിഷയം എൻ്റേതായിട്ട് തന്നെ ഇരിക്കുകയാണോ, ദൈവം അത് ഏറ്റെടുത്തോ? പല വിഷയങ്ങളും ദൈവം ഏറ്റെടുത്തിട്ടില്ല. ഒന്നാമത്തേലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഞാൻ ഗോതമ്പ് പൊടിപ്പിക്കാൻ വേണ്ടി പോകും. 2ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ
മില്ലിൽ. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സഞ്ചിയും ഗോതമ്പും കൊണ്ടുപോയി മില്ലിൽ വെക്കുമ്പോൾ മില്ലുകാരൻ ഇങ്ങോട്ട് വന്നിട്ട് സഞ്ചിയുടെ അടുത്ത് കൈയിട്ട് പരതും. എന്തിനാണെന്നറിയാമോ? എന്തിനാണ് അതിൻ്റെ അടുത്ത് വല്ല കല്ലും ഉണ്ടോ കഷണങ്ങൾ വല്ലതും ഉണ്ടോ? അങ്ങനെ വരികയാണെങ്കിൽ ഇതിനെ എല്ലാത്തിനെയും ബാധിക്കും അത്. അപ്പോൾ അതെല്ലാം പുള്ളി നോക്കിയിട്ട് ഇട പേറ്റിയിട്ടാണ് കൊണ്ടുവന്നിരിക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആണ് അമ്പച്ച് പേറ്റിയതാണല്ലോ ഇത്, തിരിഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കും. കാര്യം എന്താണ്, ഇതിനകത്ത് കല്ലും കട്ടയും വല്ലതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊടിയുടെ തരിഞ്ഞ് ചേർന്നതിനല്ല, എഞ്ചിനത് കേടാണ്, മറ്റ് ഗോതമ്പുകൾ കഷ്ണങ്ങൾ തിരിഞ്ഞ് താവല് പോലെ വരത്തുള്ളൂ. അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെ ഉടമ്പടിയിൽ നമ്മൾ നിയോഗം വെക്കുമ്പോഴും കല്ലും കട്ടയും നോക്കണം. അതിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയുകയാണ്. ഉടമ്പടിയിൽ നിങ്ങൾ വെക്കുമ്പോൾ തന്നെ വെച്ചില്ലേ കുഴപ്പമില്ല, നിയോഗങ്ങൾ വെച്ചില്ലെങ്കിൽ ആ മാന്യമായ കൃത്യമായ നിയോഗമാണ് വെച്ചിരിക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കല്ലും കട്ടയും വെച്ച് കഴിഞ്ഞാൽ ഇത് കുഴപ്പങ്ങളുണ്ടാക്കും. അപ്പോൾ ഈ പുതുക്കാൻ തന്നെ ആൾക്കാർ നേരത്തെ കല്ലും കട്ടയും ഉണ്ടെങ്കിൽ അറിയാതെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ തിരിയണം. അവിടെ ആ വെപ്രാളത്തിനും ആക്രാന്തത്തിനും വായി തോന്നി എല്ലാം എഴുതി വെക്കുമില്ല, വായി തോന്നി എല്ലാം എഴുതി വെക്കും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് സഹോദര സ്നേഹം ഉണ്ടോ? അതാണ് വിഷയം. സഹോദര സ്നേഹം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ അനിയൻ്റെ ഭാര്യയാണ്, ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുകയാണ്. ചേട്ടനും ഭാര്യയും മക്കളില്ലാതെ നിൽക്കുകയാണ്, അവർക്ക് മക്കളില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണത്? നിങ്ങളെ ചേട്ടനും ഭാര്യയും മാറി താമസിക്കേണ്ട ആൾക്കാരാണ് അവിടെ, ഉറപ്പല്ലേ? സാധാരണഗതി അങ്ങനെ മാറി താമസിക്കുമല്ലോ ചേട്ടന്മാർ. അപ്പോൾ നിങ്ങൾ എന്തെഴുതി? ചേട്ടനും ഭാര്യയും മാറി താമസിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനത്തിൽ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അതൊരു ന്യായകേടൊന്നുമില്ല അതിൻ്റെ അകത്ത്. പക്ഷെ അതിൻ്റെ അകത്തൊരു കല്ലുണ്ട്. എന്താ കല്ല്? നിങ്ങൾ അങ്ങനെയല്ല എഴുതേണ്ടിയിരുന്നത്. ചേട്ടനും ഭാര്യയ്ക്കും മക്കളെ കൊടുക്കാനല്ല എഴുതേണ്ടത്. അവിടെയാണ് അതിൻ്റെ അകത്തൊരു സഹോദര സ്നേഹത്തിൻ്റെ എന്തോ ഒരു കുറവുണ്ട്. ചേട്ടനും ഭാര്യയും മാറി താമസിക്കാനാണ് നിങ്ങളെ എഴുതിയിരിക്കുന്നത്. അത് റിജക്റ്റാകാൻ സാധ്യതയുണ്ട്. ഇത് ആരത്താണ് കൊടുക്കുന്നത്? പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്തല്ല കൊടുക്കണത്, ദൈവത്തിൻ്റെ അടുത്താണ് കൊടുക്കുന്നത്. അത് ദൈവത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാകണം. അപ്പം തന്നെ നിൻ്റെ മനസ്സ് സ്കാൻ ചെയ്യുമ്പോൾ മനസ്സിലാകും ചേട്ടനും ഭാര്യയും അവർക്ക് മക്കളുണ്ടാകാൻ നീ ആഗ്രഹിക്കണില്ല. ആഗ്രഹം ഉണ്ടാക്കുക എന്ത് ചെയ്യും? നിൻ്റെ കുടുംബത്തിൻ്റെ അവകാശം കുറച്ച് അവർ കൊണ്ടുപോകും. അത് കാരണം അവർക്ക് മക്കളുണ്ടാകാതെ നരയിക്കണമെന്നായിരിക്കും നീ ഉള്ളിൽ ഉദ്ദേശിക്കണത്. പക്ഷെ നിനക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകണ കാരണം മാറി താമസിക്കാൻ വേണ്ടി എഴുതിയിട്ടുമുണ്ട്. ഈ സാധനം കല്ലാണ്. എന്ന് കഴിഞ്ഞാൽ ഇത് പൊടിയത്തില്ല. ഇത് കാരണം എന്താ പറ്റുന്നത്? ഈ കല്ല് കിടക്കണ കാരണം നിൻ്റെ ദുഷ്ടബുദ്ധി അതിൻ്റെ അകത്ത് കിടക്കണ കാരണം സഹോദര സ്നേഹമില്ല, ദൈവസ്നേഹമില്ല, ദുഷ്ടബുദ്ധിയാണുള്ളത്. ദുഷ്ടബുദ്ധിക്കുള്ള ഉടമ്പടി എടുത്തിരിക്കുകയാണ്. ഇത് എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് പല നിയോഗങ്ങളെ ഇത് ബാധിക്കും. അതാണ് വിഷയം. ഈ നിയോഗം തന്നെയല്ലേ ഇങ്ങനൊരു ദുഷ്ടബുദ്ധിയുള്ള ഒരാളുമായിട്ട് ഉടമ്പടി ചെയ്യാൻ ദൈവം തയ്യാറല്ലാത്ത കാരണം ഈ ഒറ്റ ദുഷ്ടബുദ്ധി കാരണം ആരും ക്യാൻസലാകും. നിങ്ങൾ ഉടമ്പടി പുതുക്കാനുള്ളവർ ചാടിക്കറി പുതുക്കണതിന് മുമ്പ് പഴയ കല്ലുകൾ തിരിഞ്ഞ് മാറ്റണം നല്ലതായിരിക്കും. എന്താണ് ഇതുപോലെ എൻ്റെ മക്കളെ നമ്മളെപ്പോഴും ലാഭം നഷ്ടമല്ല. നമ്മൾ ഉടമ്പടി 6 എഴുതുമ്പോൾ അതിൽ ആ ഓരോ സാധനവും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിനായിരിക്കണം അതിൻ്റെ അകത്ത് പ്രാധാന്യം. 6ലും നിങ്ങൾക്കല്ല, ആ 6ലും ദൈവത്തിനായിരിക്കണം പ്രാധാന്യം. ഈ ദൈവത്തിന് പ്രാധാന്യം വെച്ചാണ് നിങ്ങൾ ഉടമ്പടി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിയിലൂടെ ദൈവം ഒരു ഹോളി പേഴ്സണുമായിട്ട് ഉടമ്പടി ചെയ്തെന്ന് ദൈവം ഉടനെ പറയും. ഞാനൊരു ഹോളി പേഴ്സണുമായിട്ട് ഉടമ്പടി ചെയ്തു. നിങ്ങളുടെ 6 നിയോഗങ്ങളിലും ദൈവത്തിനാണ് മേൽക്കൈ, ദൈവത്തിൻ്റെ മനസ്സിനാണ് മുൻഗണനയെന്ന് നമുക്ക് മനസ്സിലായാൽ, അതുകൊണ്ടാണ് ചാടിക്കയറി 6 നിയോഗങ്ങൾ. ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ 6 നിയോഗം എഴുതിയിട്ട് ബാക്കി ഇനി 6 നിയോഗം അഡീഷണൽ സീറ്റ് ചോദിക്കും. പരീക്ഷയ്ക്ക് അഡീഷണൽ സീറ്റ് ചോദിക്കത്തില്ലേ? അതുപോലെ ഉടമ്പടിക്ക് അഡീഷണൽ സീറ്റ് ചോദിക്കുന്ന ആൾക്കാർ എന്തിനാണ്? ഇനിയൊരു 100 നിയോഗം എഴുതാനുണ്ട്. ഉടമ്പടി ക്ലാസ് പോലും കേട്ടിട്ടില്ല. ഇത് മൊത്തം കല്ലാണ് എഴുതണത്. നിൻ്റെ ഒരൊറ്റ നിയോഗം കൊണ്ട് തന്നെ ബാക്കി എല്ലാം അങ്ങ് ക്യാൻസലായി
സ്റ്റാൻഡ് ക്യാൻസൽഡ് ആകും ഈ സംഭവം. അതുകൊണ്ട് പുതുക്കുന്നവർ ശ്രദ്ധിക്കുക. കല്ല് ഇതുപോലെ അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 6 ഉടമ്പടിയും ദൈവത്തിൻ്റെ മനസ്സിന് പ്രസാദാത്മകമായിരിക്കണം. എന്താണ് വിഷയം? നിങ്ങൾ വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ദൈവ മനസ്സിന് മക്കളെ, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ആലപ്പുഴ നടന്ന് സമയം കളയും. ഇത് വളരെ സിമ്പിളാണ് സംഭവം. പക്ഷേ വെക്കുന്ന ഉടമ്പടി എല്ലാം 6 നിയോഗം വെച്ചെങ്കിൽ 6ഉം ദൈവ മനസ്സിന് പ്രസാദാത്മകമായിരിക്കണം. അപ്പോൾ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് എഴുതുമ്പോൾ തന്നെ ഇത് നിങ്ങൾക്ക് പ്രസാദാത്മകമല്ല വിഷയം, ദൈവത്തിന് പ്രസാദാത്മകമാണോ എന്ന് വെക്കണം. അങ്ങനെ എൻ്റെ മക്കൾ ഫസ്റ്റ് ഒരു സ്കാനിങ് നടത്തിയാൽ തന്നെ, സെൽഫ് സ്കാനിങ് എന്ന് പറയുന്നതിന്, ഈ സെൽഫ് സ്കാനിങ് നടത്തുമ്പോൾ തന്നെ അത് ദൈവത്തിന് പ്രസാദാത്മകമാണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കത്തിപ്പിടിക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ നിങ്ങൾ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉടനെ ആകും. എന്താ കാര്യം? ദൈവം പറയും, ഞാനൊരു ഹോളി പേഴ്സണുമായിട്ട് ഉടമ്പടി ചെയ്തു. അതാണ് വിഷയം. കാര്യം എൻ്റെ സഹോദരങ്ങൾക്കറിയാമല്ലോ, ദൈവം ഹോളി പേഴ്സണുമായിട്ട് ഉടമ്പടി ചെയ്യത്തുള്ളൂ. അൺഹോളി പേഴ്സണിന് ശരിക്കും കൃപാസന കയറാൻ പാടില്ലാത്തതാണ്. അൺഹോളി പേഴ്സൺ, കാര്യം ഇത് ഉടമ്പടി, ഇത് സാധാരണ ഒരു ധ്യാനകേന്ദ്രമല്ലല്ലോ. ഇത് ദൈവവുമായിട്ടും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ദൈവത്തോട് മാസങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്ന് ഉടമ്പടി ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ എന്താ ചെയ്യണം? ഒരു അൺഹോളി പേഴ്സന് ദൈവമായിട്ട്, അതായത് വളരെ അവിശുദ്ധമായ വ്യക്തിക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിയോഗങ്ങളിൽ ആദ്യം വിശുദ്ധി വരുത്തിയാൽ മതി. നിയോഗങ്ങളിൽ ഇപ്പം നിങ്ങളുടെ മറ്റ് പാപാവസ്ഥകളെല്ലാം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ കത്തോലിക്കരാണെങ്കിൽ അനുതാപത്തിൽ കുമ്പസാരിച്ച് പ്രായശ്ചിത്തം മേടിച്ചിട്ട് നിങ്ങൾ വിശദീകരിക്കുക. മറ്റുള്ളവരാണെങ്കിൽ അവർക്ക് പറ്റുന്ന പ്രായശ്ചിത്തങ്ങൾ ചെയ്തുകൊണ്ട് പാപത്തെ അനുതാപത്തിലൂടെ യേശുക്രിസ്തു മുൻനിർത്തിക്കൊണ്ട് പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു വരണത് ഈ നിയോഗങ്ങളിലുള്ള വിശുദ്ധി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. നിയോഗങ്ങളിലുള്ള വിശുദ്ധി ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും, ഇപ്പം നമ്മൾ വിസ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ നമ്മളോട് ഓരോ ചോദ്യം ചോദിക്കും. നമ്മൾ ഒരു കട്ടിക്കണക്കിന് അപേക്ഷ ഫോറം കൊടുത്തിട്ടുണ്ട്, എല്ലാം പൂരിപ്പിച്ചെങ്കിലും അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് അവിടെ എന്താ പരിപാടി, നിങ്ങൾ എന്നാ തിരിച്ചു പോരണത്, നിങ്ങളവിടെ താമസം ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പോൾ ഇതിനെല്ലാം നമ്മൾ മറുപടി പറയണം. എങ്ങാനും നമ്മളവിടെ തങ്ങാനാണ് ഉദ്ദേശിക്കണമെന്ന് അവർക്ക് എങ്ങാനും തോന്നിപ്പോയാൽ അപ്പം തന്നെ വിസ റിജക്റ്റഡ് ആവും. അമേരിക്കൻ എംബസി ആണെങ്കിൽ പറയും വിസ ഈസ് റിജക്റ്റഡ്, അപ്പം തന്നെ മുഖത്ത് നോക്കി പറയും. എന്താ കാര്യം? അവർക്ക് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് പണിയായിരിക്കും. ഡെഡ് ബോഡി അവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ കാശ് അമേരിക്ക മുടക്കണമെന്ന് വരും. അതാണ് അവിടുന്ന് ഈ ഡെഡ് ബോഡി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അമേരിക്ക കാശ് മുടക്കേണ്ടി വരും എന്ന് അവർക്കറിയാൻ പറ്റും. അപ്പോൾ ഇൻട്രൂഡേഴ്സ് എന്നാണ് അവർ കാണുന്ന ആ വിഷയത്തിൽ. അവർ കുറേ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും, മറ്റുള്ളവർ അത്രയും ചോദ്യം ചോദിക്കത്തില്ല. ഞാൻ ചോദിച്ചു ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ അവസ്ഥ എന്നെങ്കിൽ ഈ ഉടമ്പടിക്ക് എന്തെല്ലാം ചോദ്യങ്ങൾ നമ്മളോട് ദൈവം ചോദിക്കും. ദൈവമായിട്ടൊരു ഇൻ്റർവ്യൂ വെക്കണമെങ്കിൽ, ഇതിൻ്റെ ഉടമ്പടി വെക്കണമെങ്കിൽ എന്തിനാണ് വസ്തു വിറ്റിട്ട് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഉടനെ നമ്മളെന്താ പറയണത്? വസ്തു ഇപ്പം വിറ്റില്ല എന്നുണ്ടെങ്കിൽ കെട്ടിച്ചുവിട്ട പെമ്മക്കൾ അവകാശത്തിന് വരും, പണിയായില്ലേ? അതാണ് വിഷയം. ഇപ്പം എല്ലാവരുമായിട്ട് നല്ല ദോസ്തിൽ നിൽക്കുകയാണ്, പറഞ്ഞാൽ ഒപ്പിട്ട് തരും. അപ്പോൾ അവരെ പറ്റിക്കാൻ ഇയാൾ തീരുമാനിച്ചെന്നല്ല എൻ്റെ അർത്ഥം. വസ്തു വിൽക്കണമെന്നുള്ളതാണ് നിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവർ അപ്പം മരിച്ചവരോടുകൂടി എല്ലാവരും കൂടി കയറി വന്നിട്ട് എല്ലാവരുമായിട്ട് നല്ല ദോസ്തിൽ നിൽക്കുകയാണ്. ഇപ്പം പറഞ്ഞാൽ ഒപ്പിട്ട് തരും. അപ്പോൾ പെണ്ണുമ്പോൾ പറയും ഒപ്പിട്ട് ഒപ്പിട്ട് തരും, ഇപ്പം തരും, ഇപ്പം വസ്തു വിൽക്കണമെന്ന് പറയും. അപ്പോൾ വസ്തു വിൽക്കണമെന്ന് പറയുമ്പോൾ ഉടനെ അവിടുത്തെ പ്രശ്നം വസ്തു വിൽക്കണമെന്ന് മാത്രമേ നമ്മുടെ ഉടമ്പടിയിലുള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂ വെക്കുകയാണെങ്കിൽ, ദൈവമായിട്ട് ഇൻ്റർവ്യൂ വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ദൈവം പറയും ഈ വസ്തു നിൻ്റെ സഹോദരന് കൊടുക്കുക. സഹോദരിക്ക് തന്നെ അവർ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ വിലക്ക്, അവർക്ക് കൊടുക്കാൻ പാടില്ലേ? അപ്പോൾ അത് ശരിയാകത്തില്ല. അത് ശരിയാകത്തില്ലെന്ന്. എന്താ കാര്യം? അവർ വില തരത്തില്ലെന്നാണ് പറയണത്. അപ്പോൾ വസ്തു വിൽക്കണ കാര്യമാണെങ്കിലും സഹോദരനെ മറന്നിട്ട് വേറെ ഒരാൾക്ക് കൂടിയ ലാഭത്തിന് കൊടുക്കാൻ പോകുമ്പോൾ ഈ കാണ്ടാമൃഗമായിട്ടൊക്കെ ദൈവം എങ്ങനെ ഉടമ്പടി ചെയ്യണം? അതാണ് വിഷയം. അത് നിങ്ങൾ നിയോഗങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പം നിങ്ങൾ എഴുതിയിരിക്കണേ വസ്തു വിൽക്കണമെന്നേ ഉള്ളൂ.
കുടുംബത്തിൻ്റെ വസ്തു വിൽക്കണം. അപ്പം അനിയൻ പറഞ്ഞ് ഞാൻ എടുത്തോളാം, നീ എടുക്കേണ്ടെന്നാണ് പറയണതേ. നമ്മൾ എഴുതിയിരിക്കണത്, നിയമത്തിൽ എഴുതിയിരിക്കണത് എന്താണ്? വസ്തു വിൽക്കണം. അപ്പോൾ ദൈവം ചോദിക്കും, സഹോദരന് പുരയിടമില്ലല്ലോ, അവൻ തറവാടിൻ്റെ അടുത്ത് അവന് വിൽക്കാൻ പാടില്ലേ? അവർ അയ്യോ അത് പറ്റത്തില്ല, അവൻ കാശ് തരത്തില്ല, അവന് കാശ് കുറവാണ്, പുറത്ത് വിൽക്കണമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മണിക്കാണ് പ്രാധാന്യം, ദൈവത്തിന് അവിടെ പ്രാധാന്യമില്ല. അവന് ഇത്തിരി പൈസ കുറച്ച് വിട്ടാലും ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കുകയാണെന്നുകൊണ്ട് ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള ആ തിയറി വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അവിടെ ദൈവത്തെ മാറ്റി നിർത്തി ലാഭത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ഈ പന്നിയുമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിയോഗങ്ങൾ നിങ്ങൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. നിയോഗങ്ങൾ കറക്റ്റ് ഹോളി ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടത് ഉടമ്പടിയിലുള്ള ഈ നിയോഗങ്ങളിലുള്ള കളങ്കിത നിയോഗങ്ങൾ നമ്മൾ ശരിക്കും വിശുദ്ധീകരിക്കണം. ഇങ്ങനെ 5-6 പുതുക്കിയിട്ട് സാക്ഷ്യം പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അലയേണ്ട കാര്യമൊന്നുമില്ല. ചില ആൾക്കാരങ്ങനെ കാണുന്നുണ്ട്. കാര്യം വെച്ചാൽ അവർക്ക് അറിയത്തില്ല, അവർ എഴുതിയിട്ടിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ കൃപാസനത്തിൽ നടന്ന് യാന്ത്രികമായിട്ട് പേപ്പറൊക്കെ മേടിച്ച് അങ്ങനെ പുതുക്കി പോകണമെന്നല്ലാതെ ഉടമ്പടിയിലല്ല അവർ. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി ജീവിതവുമായിട്ട് അവർക്ക് ബന്ധമില്ല. ഇപ്പം ഈ ജോസഫ് ഗ്രിഗരി എന്ന് പറഞ്ഞ ഒരാൾ എന്താ പറയണമെന്നറിയാമോ? അപ്പം അയാൾ എന്തുകൊണ്ടാണ് അയാളുടെ വൈഫ് സ്വപ്നം കാണുന്നത്? സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ്, ഈ ഒരു ബ്രിക്സ് ആയിട്ടുള്ള നിർമ്മിതിയിലാണ് ഞാൻ നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നീ രാവിലെ എഴുന്നേറ്റ് കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് ഓൺലൈൻ ഇൻ്റർവ്യൂവിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറയും. എന്നിട്ട് അമ്മ അത് അപ്പം തന്നെ സ്പീഡാണ്, ഇത്രയും സ്പീഡാണ് ഈ സംഭവം. അവർ അപ്പോഴത്തേന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഒറ്റ ഇൻ്റർവ്യൂവിന് തന്നെ അവർ സെലക്റ്റഡ് ആകും. മാതാവിൻ്റെ കാര്യത്തിൽ ഇത് ഭയങ്കര ഉടമ്പടി ഉടനടിയല്ലേ? ഉടമ്പടിയാണെങ്കിൽ ഉടനടിയാണ്, പരിഹാരമാണ്. നിങ്ങൾക്ക് ഉടനടി പരിഹാരം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അർത്ഥം എന്താണ്? ഉടമ്പടിയിൽ അല്ല, ആയിക്കൊണ്ടിരിക്കണമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതാണ് ഉടമ്പടിയാണെങ്കിൽ. ഇത് കണ്ട, ഈ വിതിൻ സെക്കൻഡാണ്. രാത്രി ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോസഫ് ഗ്രിഗരി പറയുമോ, ഞങ്ങൾ എന്താ ചെയ്യണമെന്നറിയാവോ? അയാളെ കുറേ സാക്ഷ്യങ്ങൾ പറഞ്ഞ ശേഷം പറയും, ഞങ്ങൾ എന്താ ചെയ്യണമെന്നറിയാവോ? ഞങ്ങൾ ശക്തമായി ദൈവത്തിൻ്റെ കൂടെ നിൽക്കും. അയാൾ ഓരോ സമയത്തും സാക്ഷ്യത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേഷൻ നടത്തുന്നുണ്ട് സ്വന്തമായിട്ട്, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കണത്. അപ്പം അതിന് ഒരു സമയത്ത് അയാൾ പറയും, ഞങ്ങൾ എന്താ ചെയ്യണമെന്നറിയാവോ? ഞങ്ങൾ ഒരു അവസ്ഥ കണ്ടാൽ, ഒരാളിൻ്റെ അവസ്ഥ, ഒരു മോശമായ അവസ്ഥ കണ്ടാൽ ഞങ്ങൾ അവരോട് അങ്ങോട്ട് ചോദിക്കും, എന്ത് ഹെൽപ്പാണ് വേണ്ടത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, ഞങ്ങളോട് പറയുക, പറ്റുന്ന പോലെ സഹായിക്കാം. ഇതാണ് വിഷയം. അപ്പം നമ്മളൊരു സഹായം, എന്തെങ്കിലും ഒരു ആളിന് ഇപ്പം പണം കൊടുത്തില്ലെങ്കിലും ഒരു സഹായം കൊടുക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ അമ്മായിയമ്മ ഒന്ന് ചുമച്ചെന്നും പറഞ്ഞ മരുമകൾ അപ്പം തന്നെ കെട്ടിക്കിടയെടുത്ത് വീട്ടിൽ പോണില്ലേ? ഈ പന്നി വന്ന് ഉടമ്പടി എടുത്ത ദൈവം സമ്മതിക്കത്തില്ല. അമ്മായിയമ്മ ഒന്ന് ചുമച്ചതാണ്, കണ്ട പ്രായമായ വല്യമ്മയാണ്, ഒന്ന് ചുമച്ചതേ ഉള്ളൂ. അപ്പം തന്നെ ഇവള് സൂട്ട് കേസ് എടുത്ത് വണ്ടിയും പിടിച്ച് അപ്പം തന്നെ വീട്ടിൽ പോയി. എന്താ കാര്യം? ഭർത്താവ് വന്നപ്പോൾ ഇവളില്ല. ചോദിച്ചപ്പോൾ എന്താ പറയണത്? അതെ, നിങ്ങളുടെ അമ്മയ്ക്ക് എന്തോ എൻ്റെ ജീവിതം പോകും, പിന്നെ അവരെ പൊക്കിക്കൊണ്ട് നടക്കേണ്ടി വരും. ഈ പന്നി ഒരിക്കലും ഉടമ്പടി എടുക്കരുത്. ഷുഡ് നോട്ട് ഡു ഇറ്റ്. അത് ദൈവത്തിനെ വെല്ലുവിളിക്കണത് വലിയതാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കയറാനുള്ള യോഗ്യതയില്ല. കാര്യം നിങ്ങൾക്ക് മനുഷ്യത്വമില്ല. മനുഷ്യത്വം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ദൈവത്തോട് ഉടമ്പടി എടുക്കാൻ പോണത്. ഇവിടെ എവിടെയോ അനുതാപം ആവശ്യമുണ്ട്. മനുഷ്യത്വം പോലും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്. അപ്പം ആദ്യം ഫസ്റ്റ് ബി ഹ്യൂമൻ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ആദ്യം ചെയ്യേണ്ടത് ദൈവം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്ക് മനസ്സിലായിരിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ ചെയ്യുമെന്നാണ്. കർത്താവ് തന്നെ പറയും അതിനേക്കാൾ കൂടുതൽ ചെയ്യുമെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം. റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അപ്പം നമ്മുടെ ഈശോയെ പോലും നമുക്ക് ഏൽപ്പിച്ച് നൽകിയ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് ആ ഉടമ്പടി സത്യസന്ധമാണെന്ന് കണ്ടാൽ നമ്മൾ വെക്കുന്ന നിയോഗങ്ങളിൽ നിൽക്കത്തില്ല. ഇത് അതിനേക്കാൾ കൂടുതലായിരിക്കും ദൈവം നമുക്ക് നൽകാൻ പോണത്, നമ്മൾ പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ. അതുകൊണ്ട് എപ്പോഴും എൻ്റെ മക്കൾ ആദ്യം വേണ്ടത് ബേസിക്കായിട്ട് ഹ്യൂമൻ ആവുക. ആദ്യം അടിസ്ഥാനപരമായിട്ട് മനുഷ്യത്വമുള്ള ആൾക്കാരാകുക. രണ്ടാമത് സുവിശേഷവിധമായ ദൈവപൈതലായി മാറണം. ഈ ദൈവപൈതലായിരിക്കണം ഉടമ്പടി വെക്കേണ്ടത്. അല്ലാതെ നാട്ടിലെ വർഗീസും തെരേസ്യാമിയും അല്ല ഉടമ്പടി വെക്കേണ്ടത്. ദൈവ പൈതലായിരിക്കണം ഉടമ്പടി വെക്കേണ്ടത്. ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആരാണത്? ആത്മാവിൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ആളാണ് ദൈവ പൈതൽ. ദൈവാത്മാവിനാൽ ജനിക്കപ്പെടുകയും ദൈവാത്മാവിൻ്റെ നയിക്കപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് ദൈവ പൈതൽ. അത് 8:14 എടുത്ത് റോമ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. റോമ 8:14. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അപ്പൊ ദൈവത്തിന്റെ പുത്രന്മാരാണ്, ദൈവപൈതലാണ് ഈ ഉടമ്പടി ചെയ്യണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൻ്റെ പരിക്കുകൾ കൊണ്ടും ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ കാരണവും നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഏറ്റുമുട്ടിയിട്ട് ശരിക്കും പരിക്കന്മാരായിരിക്കും. സ്വാഭാവികമാണ്. ഈ പരിക്കന്മാരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പരിക്ക തരത്തോടു കൂടിയായിരിക്കും നമ്മൾ ദൈവദർശനി വരുന്നത്. അപ്പോൾ ആ പരിക്ക സ്വഭാവത്തോട് തന്നെ ദൈവദർശനി വരുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നു നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്യണത് എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? കർത്താവേ, നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ, ഇവിടെയാണ് ഈ പ്രാർത്ഥന ബലവത്താണ് എന്ന ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയത്തെയും നിൻ്റെ ഹൃദയം പോലെ ആക്കണമേ. എന്താണ് അവിടെ നിന്ന് താഴേക്ക് വരികയാണ്. നമ്മുടെ സ്വഭാവത്തിലും ജീവിതത്തിൻ്റെ കഴിഞ്ഞകാല വെല്ലുവിളികളോട് ഏറ്റുമുട്ടി പരിക്കും പരാജയവും പ്രതിരോധവും അനുഭവിച്ച് പരുക്കമായി തീർന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും നമുക്ക്. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ വരുന്നതെങ്കിലും നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചെരുപ്പ് ഊരി വെക്കണ പോലെ ഈ പരിക്കത്തരം ഊരി വെക്കണം. അല്ല, ദേവാലയത്തിൽ വരുമ്പോൾ നിങ്ങൾ എത്ര വലിയ പുള്ളിയാണെങ്കിലും ചെരുപ്പ് ഊരി വെക്കത്തില്ലേ? അവിടെ ചെരുപ്പ് ഊരി വെക്കണ പോലെ തന്നെ നമ്മളുടെ പരിക്കത്തരം, വൈരാഗ്യം, വിദ്വേഷം, പക, ഏറ്റവും ഊരി വെക്കേണ്ടത് അഹങ്കാരമാണ്. അഹങ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ണീരിൻ്റെ വരവെന്നും പറഞ്ഞ് ഒരു വരവുണ്ട് ബൈബിളിൽ. കണ്ണീരിൻ്റെ വരം ചിലർക്ക് മാത്രം കിട്ടുന്നൊരു അപൂർവ വരവാണ്. ഈ വിശ്വാസവരം, ഭാഷാവരം, രോഗശാന്തി വരം. അതിലൊരു വരമാണ് ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ് എന്ന് പറയും, കണ്ണീരിൻ്റെ വരം. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കണ്ണീരിൻ്റെ വരത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ചിലർ കണ്ണീരിൻ്റെ കർത്താവിൻ്റെയോട് സംസാരിക്കുമ്പോൾ തന്നെ, കർത്താവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവർ കണ്ണു നിറയും. അങ്ങനെ പറയാൻ കാരണം റിൻസി ജോസഫ് എന്നും പറഞ്ഞ് ഒരു സാക്ഷി ഈ ദിവസം കേട്ടായിരുന്നു. അവൾക്ക് ഇതുപോലെ 4 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ 4 കുഞ്ഞുങ്ങളെ അതിൻ്റെ എല്ലാം കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളാണ്. അതുങ്ങളെ വളർത്തുമ്പോൾ തന്നെ ഇവർ വിശുദ്ധയായി മാറും. കാര്യം എന്താ കഴിഞ്ഞാൽ ഇതിന് 4 പ്രസവിക്കണ്ടേ? അതാണ് ഏറ്റവും വലിയ പാട്. ഈ കവിത ഇതുപോലെ കവിതക്ക് ഞാൻ പറഞ്ഞില്ലേ, കവിതക്ക് ജോലി കിട്ടി. അമ്മ ആ ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ തന്നെ അമ്മ കാണിച്ച ഈ 1500 കിലോമീറ്റർ ഇവർ ജോലി കിട്ടിക്കഴിഞ്ഞ് അവിടെ പോകണമെന്ന് ഷിഫ്റ്റ് ചെയ്യണം കുടുംബം മുഴുവനും.
അപ്പോൾ കുടുംബം മുഴുവൻ ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ പറയും നിങ്ങളെ രാത്രി തന്നെ അനൗൺസ്മെൻറ്റ് മൊബൈലിൽ മെസ്സേജ് വന്ന് സ്നോമിങ് തുടങ്ങിയിട്ടുണ്ട്, 3 മണിയാകുമ്പോൾ നിങ്ങളുടെ റൂട്ടിൽ വരുമെന്ന്. അപ്പോൾ അവിടെ അത്രയും ടെക്കിയാണത് ആ രാജ്യം കാനഡ. വെച്ചാൽ മഞ്ഞ് കാറ്റ് തുടങ്ങിയിട്ടുണ്ട്, അത് നിങ്ങളുടെ റൂട്ടിൽ വരണത് 3 മണിക്കാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി പോകണമെന്ന് പറയും. അപ്പോൾ ഉടനെ 10 മണിക്ക് പോകാൻ വേണ്ടി ഇരുന്ന ഇവർ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് യാത്രയായി, മഞ്ഞുകാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി യാത്രയായി. അപ്പോൾ യാത്രയായി കുഞ്ഞുങ്ങളായിട്ട് പോണ വഴിക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ ദൈവസ്നേഹം കൊണ്ട് ഈ കവിതരെ കണ്ണു നിറയും. എന്താണ്? മാതാവ് സ്വപ്നത്തിൽ കാണിച്ച അതേ ബ്രിക്സിൽ ചെയ്തിരിക്കണ അതേ ഒരു നിർമ്മിതിയാണ് ഈ ഹോസ്പിറ്റലിലെ. അതായത് ദൈവം ഇത്രയും ടാഞ്ചിബിളാണ്. അതായത് നമ്മൾ ദൈവ വഴികളിലാണെന്ന് എൻ്റെ മക്കളെ എൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവായ ദൈവമേ, ഞങ്ങൾ ഉടമ്പടി ജീവിതം വഴി ദൈവ വഴികളിലാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളെ പരിവർത്തനം ചെയ്യിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേവദാവേ നന്ദി, ദേവദാവേ മഹത്വം, ദേവദാവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നമ്മൾ ദൈവ വഴികളിലാണെന്ന് അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഈ ദൈവ വഴികളിലാകാൻ, ദൈവ പൈതലായി മാറാൻ നമ്മൾ വളരെ വലിയ ബലപ്രയോഗം നമ്മോട് തന്നെ കാണിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യവും എന്താ കാര്യം? ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് ഈ അവയർനെസ്സിലേക്ക് വരുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമ്മളാണ് ഈ വിഷയം കറക്റ്റ് നമ്മൾ ദൈവപൈതലാണോ അതിൻ്റെ ലെവൽ നോക്കി പോകണം. ഓരോ സംസാരം, വാക്ക് പലയിടത്തും നമ്മളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം പറഞ്ഞ് നമ്മൾ അൺഹോളിയായി പോകും. ചില വിഷയങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മിണ്ടാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഉടമ്പടിയുടെ പേഴ്സൺ എപ്പോഴും നല്ലത് മിണ്ടാതിരിക്കുന്നതായിരിക്കും. മിണ്ടിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അൺഹോളിയായി മാറും. ഉടമ്പടിക്ക് അയോഗ്യത ഉണ്ടാകും. ഉടമ്പടിക്ക് അയോഗ്യത, നമ്മൾ അവരോട് റഫായിട്ട് സംസാരിച്ചു, അപ്പോൾ അവർ വേറെ രീതി, അവരുടെ കാടംമുടം സംഭവം ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ രീതി സ്റ്റാൻഡേർഡ് സംസാരിച്ചു. അപ്പം നമ്മൾ എപ്പോഴായാലും നമ്മൾക്ക് അവരുമായിട്ട് സംസാരിച്ച് പോകാൻ പറ്റത്തില്ല. അതെന്ത്? നമ്മൾ ആദ്യമേ സൈലൻ്റ് ആകണം. സൈലൻ്റ് ആകുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് തർക്കിച്ച് ജയിക്കാൻ നോക്കിയിട്ട് ചിലപ്പോൾ അസഭ്യമൊക്കെ പറയേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് അത് വരണത്. നിങ്ങൾ സംസാരിച്ച് മറ്റവരുടെ കീഴ്പ്പെടുത്താൻ വേണ്ടി ജൂഡോ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയം നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ധാരണയിൽ നിന്നാണ്. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളുമ്പോൾ ജോലി കിട്ടും. ജോലി ഒരു 3 ഇരട്ടി ശമ്പളത്തിലാണ് ജോലി അമ്മ കൊടുക്കുന്നത്. പക്ഷേ കവിത ഛർദ്ദിക്കും. അപ്പം ഇയാൾ പെട്ടെന്ന് ഡൗൺ ആകും. എന്താ കാര്യം? 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചപ്പോൾ ഇവളുടെ ഛർദി ഈ ഭർത്താവ് കണ്ടതാണ്. കാര്യം ഇവളുടെ ഛർദി എന്ന് പറഞ്ഞാൽ സാധാരണ പ്രസവിക്കുന്ന സഹോദരിമാരുടെ ഛർദി പോലെ അല്ല. 8 മാസം ഛർദ്ദിക്കും. സാധാരണ ഒരു 3 ആഴ്ച അല്ലെങ്കിൽ ചിലർ 3 മാസമല്ലേ ഛർദ്ദിക്കത്തുള്ളൂ. ഇതങ്ങനെയല്ലേ, 8 മാസം ഛർദ്ദിക്കും. ആ ജോലി ആശുപത്രിയിൽ നിന്ന് പോകുന്ന ഉറപ്പാണ്. ആ ജോലി ആശുപത്രിയിൽ പോകുമല്ലേ, സംശയമുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഈ പ്രൈവറ്റ് ആശുപത്രിക്കാരെ ഇവരെ ഡിസ്മിസ് ചെയ്യും. ഇതെല്ലാം ഓർത്തിട്ട് ജോസഫ് ഗ്രീരി ഉടനെ പറയും, ഇല്ല ഞങ്ങൾ ഉടമ്പടിയിലാണ്. അതാണ് വിഷയം. കാര്യം 3 പ്രസവത്തിൻ്റെ ഛർദ്ദിക്കൽ കണ്ട് 2002
വർഷം 4 മാസം കൊണ്ട് ഛർദ്ദിച്ച പാർട്ടിയാണിത്, 3 കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ വേണ്ടി. അപ്പോഴേ അവളുടെ അവസ്ഥയും അവളുടെ എല്ലും കോലും ആകണതും പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരണതും ഗ്യാസ് കയറണതും സംഭ്രമിക്കണതും ഉറക്കമില്ലാത്തതുമായിട്ടുള്ള രാത്രികളാണ് ഇനി വരാൻ പോണത്. ഇത് കണ്ട് പകച്ച സമയത്ത് പെട്ടെന്ന് പുള്ളിന്ന് പകച്ചും പറയും, ഇല്ല ഞങ്ങൾ അന്ന് ഉടമ്പടിയിലല്ല, ഇന്ന് ഞങ്ങൾ ഉടമ്പടിയിലാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇതാണ് ഒരു ബോധം എന്ന് പറയണത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ജോസഫ് ഗിർഗരിക്ക് ഉള്ള ഏറ്റവും മെച്ചം അയാൾ ഉടമ്പടിയിലാണെന്നുള്ളതിനെക്കുറിച്ചും വൈഫ് ഉടമ്പടിയിലാണെന്നതിനെക്കുറിച്ചും അവർക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾക്കൊരു 80% പേർക്കുള്ള കുഴപ്പം അതാണ്. നിങ്ങൾ ഉടമ്പടിയിലാണോ എന്നല്ല, നിങ്ങൾക്ക് ബോധ്യമില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പമില്ലത്. അപകടം എന്ന് പറയണത് നിങ്ങൾ ഉടമ്പടിയിലാണോ എന്നതിനെക്കുറിച്ച് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഇന്നലെ ഒരു പെങ്കൊച്ചിയോട് വന്നിട്ട് എന്നോട് നിലവിളിച്ച് പറഞ്ഞു, അച്ഛാ എനിക്ക് നേഴ്സിംഗ് വേണോ അതോ വേറെ ഒരു പ്രൊഫഷൻ പറഞ്ഞു. നേഴ്സിംഗ് അല്ലാതെ വേറെ എന്തോ ഒരു പ്രൊഫഷൻ, സി എ വേണോ നേഴ്സിംഗ് വേണോ, ഇനിയിപ്പോൾ സമയമില്ല, അച്ഛൻ പെട്ടെന്ന് മെസ്സേജ് എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഇവിടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ചാറ്റിംഗ് രൂപത്തിൽ മെസ്സേജ് എടുത്തിട്ട് അവൾ പറഞ്ഞ് ആദ്യമേ ഇവൾ അറിയാതെ തന്നെ ഇവക്ക് നമ്മൾ കൊടുക്കുന്ന കോഡുകൾ ഇവക്കറിയത്തില്ലേ, എന്തിൻ്റെ ഡിനോമിനേറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇതിൽ ഏതെങ്കിലും അക്ഷരം മാർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നല്ലവണ്ണം വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞു, ഈ മാതാവിന് ഈശോയോട് പറഞ്ഞിട്ടാണ് ഈ ചാർട്ട് കൊടുക്കണേ ഇവക്ക്. അത് കൊടുത്തു കഴിയുമ്പോൾ അവൾ രണ്ട് അക്ഷരം മാർക്ക് ചെയ്യും. 2 അക്ഷരം മാർക്ക് ചെയ്ത് ഞാൻ റിസൾട്ട് നോക്കുമ്പോൾ ഇവൾ CA വെട്ടിയിട്ടുണ്ട്. അവൾ അറിയാതെ വെട്ടിയിരിക്കണതാണ്. പിന്നെന്താ വെട്ടിയിരിക്കണത്? നേഴ്സിംഗ് വെട്ടിയിട്ടുണ്ട്. അപ്പോഴേ എനിക്ക് ഒരു ഡൗട്ട്, കാര്യം ഒക്കെ ഒരു മെസ്സേജ് കൊടുക്കണ്ടേ, നിറച്ച ആൾക്കാർ നിൽക്കുന്ന സമയവും ഇല്ല. ഞാൻ പിന്നെ കുഞ്ഞിൻ്റെ കരുതൽ കണ്ടിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് ഒരു മെസ്സേജ് കൂടി എടുത്ത് ഇതൊരു വേറെ ഡിനോട്ടിങ് നമ്പർ കൊടുത്ത് കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് വീണ്ടും ഇവൾക്ക് ലെറ്റേഴ്സ് കൊടുക്കും. ലെറ്റേഴ്സ് കൊടുക്കുമ്പോൾ ഇവളത് മാർക്ക് ചെയ്യും. ഞാൻ റിസൾട്ട് നോക്കുമ്പോൾ വീണ്ടും ഇവൾ വെട്ടിയിരിക്കുകയാണ്, നഴ്സിങ്ങും അതുപോലെ തന്നെ CAയും. അപ്പോഴേ ഞാൻ ചോദിച്ചു, നീ ഉടമ്പടിയിലല്ലേ? അവന് ഉടമ്പടി തെറ്റിപ്പോയിച്ചാന്ന്. അതാണ് വിഷയം. നിങ്ങൾ ഉടമ്പടിയിലല്ല. ഞാനെങ്ങനെ അത് മനസ്സിലാക്കി? 2 പ്രാവശ്യവും ഇവൾ അറിയാതെ തന്നെ ഇവളുടെ പ്രൊഫഷൻ ഗോഡ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കും. ഇതിപ്പോൾ നമ്മൾ മെസ്സേജ് എടുക്കുമ്പോഴാണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ അറിയാൻ പോണത്. ദൈവം ഇൻട്രസ്റ്റഡ് അല്ല, മെസ്സേജ് കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങളുടെ ഇത് നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിട്ട് കിട്ടുന്ന റിസൾട്ടാണ്. അപ്പം നിങ്ങളുടെ ഒരു അവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ പല കാര്യം മൂവ്മെൻ്റ് ഇല്ലാത്തതിൻ്റെ കാരണം ഗോഡ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ കവനൻറ്റ്. അതിൻ്റെ കാര്യം എന്താണ്? യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് താല്പര്യമില്ല. നിങ്ങൾ ഉടമ്പടിയല്ല ജീവിക്കണത്. നിങ്ങളിവിടെ കൊണ്ടുവന്ന് ഏതൊക്കെ ഇട്ടെന്ന് പറഞ്ഞ സത്യമാണ്. ഓരോ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ യു ആർ നോട്ട് ഇൻ കവനൻറ്റ്. നിങ്ങൾ ഉടമ്പടിയിലല്ല. ഇത് ഒരു 50% ആൾക്കാർക്കും പറ്റുന്ന അബദ്ധമാണ്. കാര്യം എന്താണ്? ഇത് നമ്മൾ ദൈവത്തോടെ ഉടമ്പടി ചെയ്യണത്, പക്ഷെ ദൈവം ഈ ഉടമ്പടി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണം? അതുകൊണ്ടാണ് ജോസഫ് ഗിർഗരി പറയണത്. എന്താ, കവിത ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. എന്താ കാര്യം? അന്ന് അവൾ 2 കൊല്ലം 3 കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ 2 കൊല്ലം ഛർദ്ദിച്ച ആളാണ്. 8 മാസം വെച്ച് അവൾ വശകേടായിപ്പോയി. പക്ഷേ അന്ന് ഞങ്ങൾ ഉടമ്പടിയിലല്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ ഉടമ്പടിയിലാണ്. എൻ്റെ മക്കളെ പിന്നെ കവിത ഛർദ്ദിച്ചിട്ടില്ല. ആ കുഞ്ഞിനെ പ്രസവിക്കണവരെ ആ 9 മാസവും കവിത ഛർദ്ദിച്ചിട്ടില്ല. എന്താ കാര്യം? ജോസഫ് ഗിർഗരി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കട്ടായം നിൽക്കുകയാണ്. എന്താണ്? വി ആർ ഇൻ കവനൻറ്റ്. ഞങ്ങൾ ഉടമ്പടിയിലാണ്. ശ്രുതികട ഹല്ലേലൂയ. പരിഹാരമേകും
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ എനിക്ക് തോന്നുന്നത് എൻ്റെ സഹോദരങ്ങൾക്ക് വരുന്നൊരു ബുദ്ധിമുട്ടെന്ന് നിങ്ങൾ ഈ പല കൺവെൻഷനുകളിലും കൂടി കേട്ട് കുറേ പാട്ടും പാടി കൈയും അടിച്ച് പിരിഞ്ഞു പോയ ആൾക്കാരാണ്. അപ്പോൾ ദൈവാനുഭവം എന്ന് പറയുന്നത് ഇതുപോലെ സംഭവങ്ങൾ കേൾക്കുക, പാടുക, പ്രാർത്ഥിക്കുക, വിശ്വാസത്തിൽ വളരുക. വിശ്വാസത്തിൽ വളരാൻ പറ്റില്ലെന്നല്ല, വിശ്വാസത്തിൽ വളർന്നിട്ടാണല്ലോ കേരള സഭയുടെ വരെ എത്തിയത്. പക്ഷേ അതല്ല, ഉടമ്പടി എന്ന് പറയുമ്പോൾ ഈ ഫോർമാറ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഉടമ്പടി എന്ന് പറയണത് കേൾക്കുകയല്ല, അവൻ പറയണ പോലെ കേൾക്കുകയല്ല, അവൻ പറയണ പോലെ പ്രാർത്ഥിക്കുകയുമല്ല, അവൻ പറയണ പോലെ ചെയ്യുകയാണ്. അതാണ് പ്രശ്നം. ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണ്? ചെയ്യണത് നമുക്ക് എപ്പോഴും പറഞ്ഞാൽ യാന്ത്രികമായിട്ട് നമുക്ക് ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുമ്പോൾ സാമൂഹ്യമാണോ കൃപാവരമാണോ എന്ന് എൻ്റെ മക്കൾ നോക്കണം. നമ്മുടെ പ്രവർത്തികൾക്ക് രണ്ട് തരം കളറുണ്ട്. ഒന്ന് അതിൻ്റെ ഒരു സാമൂഹ്യ മാനമുണ്ട്. ഇപ്പോൾ വെള്ളപ്പൊക്കത്തിന് നമ്മൾ എന്തുമാത്രം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചില്ലേ? അതെന്താ? നമ്മൾ സാമൂഹ്യ ജീവികൾ എന്ന രീതിയിലാണ് ചില ആൾക്കാർ സഹായിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ഉടമ്പടിയിലുള്ള ആളാണ് അവിടെ വെള്ളപ്പൊക്കം സഹായിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരെ കൃപാവര ഫോർമാറ്റ് ഉപയോഗിക്കത്തുള്ളൂ. എന്താ കാര്യം? ക്രിസ്തുനാമത്തിൻ്റെ മഹത്വത്തിനായി, എൻ്റെ ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ വകയായി. അതാണ് വിഷയം. ക്രിസ്തുനാമത്തിൻ്റെ മഹത്വത്തിനായും എൻ്റെ ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ വകയായി. കാര്യം ഞാൻ എന്താണ്? ക്രിസ്തു എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പം ക്രിസ്തു, അതാണ് വിഷയം. അപ്പം അത് സാമൂഹ്യമല്ല, അത് കൃപാവരമാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നതാണ് എല്ലാം കൃപാവരം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ നാമത്തിൽ ചെയ്യുന്നതാണ് സാമൂഹ്യ പ്രവർത്തനം. ഉടമ്പടിയിൽ എന്താ വിഷയം? ഉടമ്പടിയിൽ നമ്മൾ ചെയ്യണത് ഓരോ പ്രവർത്തനങ്ങളും അവൻ പറയണത് പോലെയാണ് നമ്മൾ ചെയ്യണത്. അതാണ് അവൻ പറയണ പോലെ ചെയ്യുന്ന പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം അല്ല. അത് ഇതൊക്കെ ഞങ്ങളും ചെയ്യണം, അതിൻ്റെ ഇരട്ടി ഞങ്ങൾ ചെയ്യണമെന്ന് പറയും. നിങ്ങൾ ഇപ്പോൾ രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ഒന്നും രണ്ടും രോഗികളെ സന്ദർശിക്കണം, ഞങ്ങളൊരു ആശുപത്രിയിലുള്ള മൊത്തം ആൾക്കാർക്കാണ് ഞങ്ങൾ കണ്ണട വാങ്ങിച്ചു കൊടുത്തിരിക്കണമെന്ന് ചിലപ്പോൾ റോട്ടറി ക്ലബ്ബുകാർ പറയും. ഓക്കെ, ദിസ് ഗുഡ്. പക്ഷേ അതെന്താണ്? സാമൂഹ്യ പ്രവർത്തനമാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരാൾക്കെ ചിലപ്പോൾ ഈ കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് കയറിപ്പോയി ഒരാളെ മാത്രമേ കാണത്തുള്ളൂ. അയാളെ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണതും 4ാം നിലയിൽ പോയി കാണുന്നത്. ആശുപത്രി പോയാൽ നമുക്കറിയാം, ലിഫ്റ്റ് നമുക്ക് യാത്രക്കാർക്ക് സന്ദർശകർക്ക് ലിഫ്റ്റില്ലല്ലോ, ലിഫ്റ്റാർക്കാണ് ഉള്ളത്? രോഗികൾക്കേ ലിഫ്റ്റുള്ളൂ, അത്യാവശ്യമുള്ള രോഗികൾക്ക്. അപ്പം നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ആ 4ാം നിലയിൽ നമ്മുടെ ഈ അസ്ഥി ഒടിഞ്ഞ് കിടക്കുന്ന രോഗിയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് ഉൾപ്പെടെ ഈ സ്റ്റെപ്പുകൾ കയറുന്നതെല്ലാം കൃപാവര പ്രവൃത്തിയാണ്. ഈ സ്റ്റെപ്പുകൾ രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ജവമാരം നിങ്ങളുടെ കയ്യിലുണ്ടാകണം. അണച്ചണച്ചായിരിക്കും. കാര്യം വെച്ചാൽ നമ്മൾ കസേര ഇരുന്ന് AC ഇരുന്നുണ്ട്, പായൻ്റെ താഴെ ഇരുന്നുണ്ട് ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവ് ചെല്ലണതിന് അതൊരു പിച്ചളയാണെന്നുണ്ടെങ്കിൽ ഈ അണച്ചണച്ച് സ്റ്റെപ്പ് കയറി നമ്മൾ ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോൾ അത് ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് എൻ്റെ വിഷയം. അത് മനസ്സിലാക്കണം. നിങ്ങൾ ആശുപത്രി പോകുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പോണത്. അത് കൃപാവര പ്രവൃത്തിയാണ്, സാമൂഹ്യ പ്രവർത്തനമല്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി മക്കളായ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കൃപാവര പ്രവർത്തനങ്ങളായി മാറാൻ ക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വത്തിനായി പരസ്നേഹത്തോടെ ജീവിക്കാൻ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കൈകൾ വീശിക്കൊണ്ട് ആരാധന, യേശുവേ ആരാധന, ആരാധന, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ നമ്മളുടെ നിലപാടും പ്രവർത്തനങ്ങളും കാരണം
ദൈവത്തിന് തോന്നാം നമ്മൾ ഒരു ദൈവ പൈതലാണ്, സുവിശേഷത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആളാണ്, സുവിശേഷ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ സുവിശേഷ ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ദൈവത്തിന് തോന്നിയാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയണതെല്ലാം ദൈവം കേൾക്കും, അതിനെല്ലാം കൃത്യമായ മറുപടിയും വരും. എൻ്റെ മക്കൾ ഉടമ്പടി കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ ദൈവത്തോട് പറയണമേ, ദൈവമേ ഞാൻ ഇതൊരു 3 ആഴ്ചയ്ക്ക് വേണ്ടി 3 മാസത്തിന് വേണ്ടിയല്ല, എൻ്റെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജീവിക്കാൻ നിനക്ക് വേണ്ടിയും നിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ എന്നെ സഹായിക്കണേ. കൈ നെഞ്ചത്ത് വെച്ചേ, കർത്താവായ ദൈവമേ എൻ്റെ ജീവിതകാലം മുഴുവൻ നിന്റെ സ്നേഹത്തിൽ ജീവിക്കുവാൻ, സ്നേഹത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. അപ്പം അങ്ങനെ നമ്മൾ നമ്മളോട് സീരിയസ് ആണെന്ന് തോന്നിയാൽ ദൈവം നമ്മളെ കേൾക്കാൻ തുടങ്ങും, നമുക്കിങ്ങനെ സംസാരിക്കാൻ ദൈവത്തോട്. അപ്പോൾ ഈ ജോസഫ് ഗ്രേരിയുടെ ഒരു വിഷയത്തിലെ ജോസഫ് ഗ്രേരിയുടെ ഒരു മകൻ ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. എടുത്തുപിടി ഇങ്ങനെ ഈ ജനലിലൊക്കെ കയറുകയും കൈവിട്ട് കളയുകയും താഴെ വീഴുകയും ഡെസ്ക് മറിച്ചിടുകയും മേശ ഉന്തുകയും അങ്ങനെ എന്തെല്ലാം ചെയ്യണം. നമുക്ക് സഹിക്കാൻ, ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. 3 കുഞ്ഞുങ്ങൾ നല്ലതായാലും അതിനകത്ത് ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 3 കുഞ്ഞുങ്ങളുടെ സന്തോഷം പോലും നമുക്ക് കിട്ടത്തില്ല, നമ്മുടെ കാര്യം പോക്കാണ്. അപ്പോൾ ഇതെന്താ പറ്റുന്നത്? ഇതിനെ അതിജീവിക്കാൻ എന്താ പറ്റുന്നത്? ഇവർ ഉടമ്പടി ടൈറ്റ് ചെയ്ത് 2 പേരും അതിനകത്ത് ഒരു ഭാഗ്യം വന്നത് ഭാര്യയും ഭർത്താവും അങ്ങനെ വന്നതാണ്. എൻ്റെ മക്കളെ എപ്പോഴും ചോദിക്കേണ്ടത്, ഈ കൂദാശകളിൽ ദൈവം ഇടപെടുത്തിയിരിക്കുന്നത് ഭർത്താവിനല്ലേ? അപ്പോൾ ഭർത്താവ് ഇപ്പോൾ ചിലപ്പോൾ ദൈവത്തിൻ്റെ വഴികളിലല്ല എന്നുണ്ടെങ്കിലും വൈഫ് ഒന്ന് ഉപവസിക്കുകയാണ്, കർത്താവ് എൻ്റെ ജീവിത പങ്കാളിയെ കൂടി ഉടമ്പടി പങ്കാളിയാക്കി തരണമെന്ന് പറഞ്ഞാൽ ദൈവം തരും. കാര്യം എന്താണ്? നിൻ്റെ കൂദാശകളിലൂടെ ദൈവമായിട്ട് അയാൾ ദൈവപരമായിട്ട് ഐക്യപ്പെട്ട ആളായിരുന്നു. ഇപ്പോഴാണ് അയാൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അയാൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത്. പക്ഷെ നീ ഒരു വ്യക്തിയാണ് ഇതിൻ്റെ ആള്. അയാളെ ശാന്തതയോടെ, ഇപ്പോൾ അയാളെ മൊബൈലിൽ വേറെ പെണ്ണുങ്ങൾ അയാളെ വിളിച്ചെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വരുവേ, അതല്ല സംഭവം. അയാൾ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഞാൻ കൈപിടിച്ച ഒരാളാണ്. അയാൾ എന്നിൽ നിന്ന് പിരിഞ്ഞു പോയാൽ, മാനസികമായിട്ടെങ്കിലും പിരിഞ്ഞു പോയാൽ അതിൻ്റെ അർത്ഥം കർത്താവ് ആണ് അയാളെ ഐക്യപ്പെടുത്തി തരാൻ. കർത്താവാണ് ആദ്യത്തെ ആൾ. അയാൾക്ക് വേണ്ടി വാദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ആൾ ഭാര്യ എന്ന രീതി ഞാനാണ്. അപ്പോഴങ്ങനെ രീതിയിൽ ദൈവ പൈതൽ അങ്ങനെ ചിന്തിക്കേണ്ടത്. ദൈവത്തെ അറിയാൻ പാടില്ലാത്ത കുറേ പന്നി ജീവിതം ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവരെന്താ പറയണത്? താൻ വേറെ പെണ്ണുങ്ങടുത്ത് പോയാൽ ഞാൻ വേറെ ആണുങ്ങടുത്ത് പോകും, അങ്ങനെയല്ലേ പറയണത്? അതാണ് സംഭവം. അത് ദൈവത്തെ അറിയത്തില്ല അവർക്ക് ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അവർ ഇരുട്ട് കൊണ്ട് ഊട്ടടക്കാൻ പോവുകയാണ്. അപ്പം അതല്ല ദൈവ പൈതൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ദൈവ പൈതൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവേ എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് തിരിച്ചു തരേണ്ടത് നിൻ്റെ കൂടെ ചുമതലയാണ്. ഞാനതിനെന്ത് ചെയ്യും? ഞാൻ ഉടമ്പടിയിൽ നിന്നോട് ജീവിക്കും, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരക്ഷരം എതിര് പറയരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരക്ഷരം എതിര് പറയരുത്. ചാടിപ്പോയി വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല മക്കളെ. ചാടിപ്പോയി വീട്ടിൽ നിൽക്കുന്നത് കൊണ്ടൊന്നും അല്ല. അപ്പോഴെന്താ പറ്റണത്? അയാൾ പണ്ട് മൊബൈലിൽ വിളിച്ച പെണ്ണിനെ നീ ചാടിപ്പോയി നിൽക്കുമ്പോൾ അയാളെ വീട്ടിൽ നിൻ്റെ അസാന്നിധ്യത്തിൽ വിളിച്ച് വിളിച്ചു വരും. അത്രേ ഉള്ള സംഭവം. പെണ്ണുങ്ങളെ 10 പൊട്ടികളാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാര്യം നിങ്ങളെല്ലാം കൂടി ഒന്നിനെ കൈകാര്യം ചെയ്യരുത്, ഞാനുള്ള കാര്യം പറയണതാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ആരംഭശൂരത്വം കാണിക്കും. ആരംഭശൂരത്വം കാണിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എന്താ കാര്യം. നിങ്ങൾക്ക് വന്ന് മോങ്ങി അമ്മയോട് പറയാം, ആര്യയോട് പറയാം, അല്ല ഭർത്താവിനോട് പറയാമെന്നൊക്കെ അല്ലേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ. ഭർത്താവിനോടല്ലേ, ആങ്ങളോട് പറയാം. എൻ്റെ മക്കളെ ഇതിന് നിങ്ങളൊക്കെ ആയിരിക്കണം അവർ. അങ്ങനെയാണ് മകളെ, ഇങ്ങനെയാണ് മകളെ, അവരിക്കട്ട് വരട്ടെ. ആര് വരാം? അവനൊന്നും ഇങ്ങനെ വരാൻ പോണില്ല. അമ്മ ഇരുന്നിട്ട് പറയണേ, അമ്മ ഉള്ളി അറിയണ സമയത്ത് അവരിക്കട്ട് വരട്ടെ. അവരങ്ങനെയാണ് പറഞ്ഞത്. കാണിച്ചു കൊടുക്കാതെ ആര് കാണിക്കുക? ഈ അമ്മയെ മകൾ കൊണ്ട് ഇവിടെ ഇരിക്കാവുള്ളൂ. അവൻ വരത്തൊന്നുമില്ല. അങ്ങനെയല്ല വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾക്ക് ഉദ്യോഗസ്ഥരാണെന്നുള്ളതിൻ്റെ കൊമ്പിൽ പോകുന്നതായിരിക്കും ചിലപ്പോൾ. ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഓൾ എന്താണ്? പണമല്ലേ.
ഉദ്യോഗസ്ഥനാണെന്നുള്ള കൊമ്പിലല്ല നിങ്ങൾ പോന്നിരിക്കണേ. ഇപ്പോൾ അവനെ ഇട്ടച്ചും പോന്നിരിക്കണത്, കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് കിട്ടാൻ പോണത്? പണം. ഇപ്പം എന്ത് പറ്റി? ഇപ്പോൾ തൊഴിലുറപ്പുകാർ ഉദ്യോഗസ്ഥരായില്ലേ? പല തൊഴിലുറപ്പുകാരും ഈ കിട്ടിയിരിക്കണ 350 രൂപയിൽ വാശി പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് കാശുണ്ടല്ലോ എന്നും പറഞ്ഞ്. ഇതാണ് നിങ്ങൾ. ഈ ആൾക്കാരാണ് ഉടമ്പടി എടുക്കാൻ പോണത്. ഇതൊന്നുമല്ല, ഇതിനെല്ലാത്തിനേക്കാൾ വലുതാ ദൈവം. അപ്പോൾ എന്താ, നമ്മൾ ഈ വിഷയം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ദൈവം എന്ത് സ്റ്റാൻഡ് എടുത്തിരിക്കണം നോക്കണം. എന്നിട്ട് കർത്താവ് എന്ന് തീരുമാനം എടുക്കുന്നു അന്ന് വരെ ദൈവം എന്നെ ഏൽപ്പിച്ച ആളിൻ്റെ കൂടെ തന്നെ ഞാൻ പൊറുക്കും. ഒറ്റ പ്രശ്നം ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അതായത് ഈ മനുഷ്യന് വല്ല എയ്ഡ്സോ വല്ല ആണെന്നുണ്ടെങ്കിൽ അതിന് മാത്രമേ പ്രോബ്ലം ഉള്ളൂ. ഇതിൻ്റെ അകത്ത് വേറെ ഒരു പ്രശ്നവും ഇല്ലത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഇല്ലെന്ന് ജോസഫച്ചൻ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അപ്പം ജോസഫച്ചൻ പറയണത് ഇതുപോലുള്ള വ്യഭിചാരികളെ, വ്യഭിചാരിയാണെന്ന് നമ്മൾ കണ്ടില്ലല്ലോ. ഞാനെപ്പോഴേ സ്ത്രീയോട് ചോദിക്കും, നിങ്ങൾ കണ്ടോ? ഇല്ല, പറഞ്ഞു കേട്ടു, മൊബൈലിൽ പടം കണ്ടു. അതല്ല മോനെ, അത് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. അത് പ്രാർത്ഥിച്ചാൽ പോരെ? അത് നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. അതിനല്ല നീ ഇവിടെ വന്നിരിക്കണത്. നീ ഇത് ഇനിയിപ്പം പാർട്ടിക്കാരോട് പറഞ്ഞിട്ട് പഞ്ചായത്തിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് നിന്നത് കൊണ്ടുവരാൻ പറ്റുമോ? അവർക്കാർക്കും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. കോടതിയിൽ പോയാൽ പോലെ ഇപ്പോൾ ഒരു 10 കൊല്ലത്തെ 12 ഒരു 25 കൊല്ലത്തെ കോടതി വിധികളെല്ലാം സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്നും പറഞ്ഞുകൊണ്ട് അത് മുന്നോട്ട് പോകത്തില്ല. കോടതി ഇപ്പം തിരിയാൻ തുടങ്ങി, സ്ത്രീകൾക്കെതിരെ തിരിയാൻ തുടങ്ങി കോടതി. ഇപ്പം ഇതിന് പോസ്കോടെ പോലും കേസ് എന്താ വന്നിരിക്കണത്? നേരത്തെ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, പോസ്കോ ആണെന്ന് പറഞ്ഞാൽ പിടിച്ച് അറസ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പറഞ്ഞ തെളിവ് കൊണ്ടുവരാൻ പെണ്ണുങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ആരാണ് ആർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ തെളിവ് ഹാജരാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കോടതി മറിഞ്ഞു വരികയാണ്, തിരിഞ്ഞു വരികയാണ്. അപ്പം അതുകൊണ്ട് ഈ കോടതിയല്ല പ്രശ്നം, ദൈവത്തിൻ്റെ കോടതിയാണ് പ്രോബ്ലം. ദൈവത്തിൻ്റെ കോടതിയിൽ വരുമ്പോൾ നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ കുറേ മാർഗങ്ങളാണ് വരണത്. എന്താണ്? നിങ്ങൾ ആവശ്യമില്ലാത്ത വൈരാഗ്യം സൂക്ഷിക്കാതെ ഈ മനുഷ്യനെ സ്നേഹിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ മനുഷ്യനെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്ത്രീകളെയും അതുപോലെ വേട്ടയാടുന്ന എന്തുമാത്രം പുരുഷന്മാരുണ്ട്. അപ്പോൾ തൻ്റെ ജീവിത പങ്കാളികളെ വിട്ടിട്ട് വേറെ ഒരു ചുറ്റിക്കളി തുടങ്ങിയാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളവർക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടി ചെയ്യാൻ തന്നെയല്ല, കുറച്ച് കഴിയുമ്പോഴേക്ക് മനസ്സിലാവും ജീവിക്കാൻ തന്നെ അർഹതയില്ലെന്ന്. പിന്നെ ഞാൻ വേറെ എടുത്തിട്ടല്ലേ ഞാൻ ജീവിക്കണത്, എൻ്റെ കച്ചവടം ജീവിക്കണം. നിങ്ങളെ ഒരു 70 വയസ്സാകുമ്പോഴോ 60 വയസ്സാകുമ്പോഴോ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കൂ, നിങ്ങൾ ജീവിക്കല്ലായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ദൈവത്തിൻ്റെ പേരിൽ കുടുംബത്തെയും ഒക്കെ വിട്ടിട്ടും കുഞ്ഞുങ്ങളെയും വിട്ടിട്ട് നിങ്ങളൊരു ഒറ്റക്കൊരു ജീവിതം ജീവിച്ചു നോക്കിയേ, നിങ്ങൾ ജയിച്ചാണെന്ന് തോന്നണതാണ്. ബൈബിൾ എന്താ പറയണത്? അവർ കുടിക്കുന്ന പോലെ തോന്നി, അവർ സ്വപ്നം കാണുന്നു, കുടിക്കുന്നൊന്ന് സ്വപ്നം കണ്ടു അവർ. പക്ഷെ വരണ്ട തൊണ്ടയുമായി എഴുന്നേറ്റ് വന്നെന്ന്. യെശയ്യാ 29:8. യെശയ്യാ 29:8. സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുമായി ഉണരുന്നവനെ പോലെയും ആകും. അപ്പൊ ദൈവത്തിന്റെ മറുത്ത് ജീവിക്കുന്നവരെ കുറിച്ചായി പറയണത്. സിയോനെതിരെ യുദ്ധം ചെയ്യുന്നവരെ, ദൈവത്തോട് മറുത്ത് ജീവിക്കുന്നവരെ, ദൈവവചനത്തിന് മറുത്ത് ജീവിക്കുന്നവരുണ്ട്. ആ മറുത്ത് ജീവിക്കുന്നവർ എന്താണ്? തങ്ങൾ ജയിച്ചു, തങ്ങളെ ബിസിനസ്സിൽ നേടി. ചില വലിയ ബിസിനസ്സുകാർ സാത്താൻ സഭയിൽ പോയിട്ടില്ലേ? യവന്മാരൊക്കെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കിക്കേ. കേരളത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, എനിക്കറിയാം ആൾക്കാരെ. അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇങ്ങനെ സാത്താനെ പിടിച്ച് ജയിക്കുന്നതായിട്ട് അവർ സ്വപ്നം കാണും. ഭക്ഷിക്കുന്ന പോലെ സ്വപ്നം കാണുന്നു, എന്തോ അഭിവൃദ്ധി ഉണ്ടാക്കിയതുപോലെ സ്വപ്നം കാണുന്നു, എന്തോ കുടിക്കുന്ന പോലെ സ്വപ്നം കാണുന്നു. പക്ഷേ എഴുന്നേറ്റ് വരുമ്പോൾ എന്ത് പറ്റും? വരണ്ട തുണ്ടയുമായി എഴുന്നേൽക്കുന്നു. അതൊക്കെ സ്വപ്നമാണ് ശരിക്കും. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി അത് വിജയകരമാണെന്ന് ആർക്കും തോന്നിയാൽ യു ആർ ഇൻ ഡ്രീം, നിങ്ങളത് സ്വപ്നം കാണുന്നവരാണ്. മറിച്ച് ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ നേരിട്ടങ്ങോട്ട് ഉടമ്പടിയിലേക്ക് മാറുകയാണ്. ഇതെന്താണ്? ഇപ്പം ജോസഫ് ഗ്രിഗറിയുടെ പ്രശ്നം എന്താ? അയാളുടെ മകന് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ഹൈപ്പർ ആക്ടിവിറ്റി അതിൻ്റെ പരിപാടി വെച്ചാൽ അവന് ക്ലാസ്സിൽ പോകും,
1 മണിക്കൂറിൽ അവിടെ അടിച്ചു തകർക്കും അവനെ ക്ലാസ്. അപ്പം തന്നെ സ്പെഷ്യൽ വണ്ടി പിടിച്ച് അവനെ സ്കൂളുകാർ വീട്ടിലോട്ട് അയക്കും. എന്നൊക്കെ ഇത്രയും പൊന്നുപോലെ പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ ഒരു മകൻ്റെ അവസ്ഥയാണിത്. അവൻ ക്ലാസ്സിൽ പോകും, അവിടെ എല്ലാം അടിച്ചു തകർക്കും. 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ സ്പെഷ്യൽ ബസ്സിൽ വണ്ടി വിളിച്ച് അവർ വീട്ടിൽ കൊണ്ടുവന്നാക്കും സ്കൂളുകാർ. അപ്പോൾ ആ കാശ് നമ്മളെ കൊടുക്കണം. എന്തോ ഒരു ഭാരമാണ്. ഉടമ്പടിയിലായി കഴിഞ്ഞപ്പോഴാണ് ജോസഫ് ഗ്രേ പറഞ്ഞത്, അതാണ് വിഷയം. അമ്മേ, ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടോ എന്ന് ചോദിച്ചു. കമ്മ്യൂണിക്കേഷൻ വേണ്ട, കാര്യം കമ്മ്യൂണിക്കേഷനാണ്. അവൻ പഠിക്കാൻ പോയ കാലം മുഴുവൻ ഇത് തന്നെ ഒരു പരിപാടി. ആ ഒറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളേ. സ്കൂളുകാർ ചോദിക്കണേ, നിങ്ങൾ ഈ ആൻ്റണി വേണ്ടി എന്തും മറിമായം അവൻ വീട്ടിൽ കാണിച്ചത്, അവൻ മിടുക്കനായ കുട്ടിയായിട്ടിരിക്കണമല്ല അന്ന് ക്ലാസ്സിൽ. അതാണ് സംഭവം. നമ്മൾ ഉടമ്പടിയിൽ സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് തോന്നിയാൽ പിന്നെ ഒന്നുമില്ല. ഒരു തൈറോയിഡുമില്ല, ഒരു ക്യാൻസറുമില്ല, ഒരു എപ്പിലിപ്സിയുമില്ല, ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയും ഇല്ല. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളെ ശാസിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ശാസിച്ച് സംസാരിക്കുന്ന ആളാണ്, നിങ്ങൾക്കറിയാം. ആ ശാസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ? നിങ്ങൾ എത്രയും വേഗം ഈ ശാസന കേട്ടിട്ട് ദൈവത്തിലേക്ക് വരണം. കേരളത്തിൽ ഒരു അച്ഛന്മാരും ശാസിക്കത്തില്ല ഇപ്പം, അല്ലേ? എല്ലാവരുടെയും പിള്ളേരെ നമ്മൾ തല്ലാത്തതുപോലെ തന്നെ അച്ഛന്മാർ, നിങ്ങളെ പണ്ടത്തെ അച്ഛന്മാർ ശാസിക്കുമായിരുന്നു. ഇപ്പം ശാസിക്കത്തില്ല. ഇപ്പം വല്ല കഥയൊക്കെ ഇക്കിളി കഥയൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ച് നല്ല കഥയൊക്കെ പറഞ്ഞ് ആൾക്കാരിങ്ങനെ സ്വപ്പിട്ട് നിർത്തിയേ ഉള്ളൂ. കൃപാസത്തിൽ സ്വപ്പിടലില്ല. ആ സ്വപ്പൊക്കെ ഞാൻ പണ്ട് എറിഞ്ഞ് കളഞ്ഞതാണ്. ഇവിടെ നിങ്ങളെ കണ്ട ട്രീറ്റ് ചെയ്യും. ഒരു പഴുപ്പ് വ്രണം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ പഴുപ്പ് മൊത്തം മാറണ വരെ നഴ്സുമാർ മരുന്ന് വെക്കണ പോലെ പറിച്ച് കീഴിയെ കണ്ട് മരുന്ന് വെക്കും. കൃത്യമായിട്ട് ആ പഴുപ്പ് മാറണ വരെ. എന്താ പ്രശ്നം എന്ന് പറയുക? ഇതിൻ്റെ പെട്ടെന്ന് കരിയോ അത്. എൻ്റെ മക്കൾ ആരെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട്, തിരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ആ കുടുംബജീവിതക്കാർ ഓർക്കുക, നിങ്ങളുടെ ചോറും ദൈവാനുഗ്രഹവും നിങ്ങളെ ഏൽപ്പിച്ച ജീവിത പങ്കാളിലൂടെയാണ്. അപ്പം അതാണ് ജോസഫ് ഗ്രേയുടെ ഏറ്റവും വലിയ വിജയം. ഒരു കുടുംബം ഒന്നായിട്ടാണ് പ്രാർത്ഥിക്കണത്. അതുകൊണ്ട് ഇവർക്കൊരു തൈറോയിഡ് വന്നു. ആ തൈറോയിഡ് വളരെ മോശമായി കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ അത് പിന്നെ ഭക്ഷണം കഴിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പറ്റാത്ത രീതിയിൽ ഈ കവിതയ്ക്ക് ആകപ്പാടെ ഒരു വിഷമത്തിലാവും. അപ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന സമയത്ത് ഡെയിലി ബ്രെഡോ അല്ലെങ്കിൽ ഈ ദിവ്യകുർബാനയുടെ ആരാധനയിലേക്കുള്ള പ്രാർത്ഥന കേൾക്കുമ്പോൾ കർത്താവ് എന്നിലൂടെ സംസാരിക്കും. തൈറോയ്ഡ് രോഗികളെ കർത്താവ് സുഖപ്പെടുന്നെന്ന് പറയും. ആ സെക്കൻഡിൽ കവിതയുടെ ഒരു തൈറോയ്ഡ് രോഗം അപ്രത്യക്ഷമാകും. എത്രയോ വർഷമുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ എല്ലാം അതായത് ഇതിലെ സെക്കൻഡുകൾക്കുള്ളതാണ്. ഉടമ്പടി ഉടനടി പരിഹാരം എന്നല്ലേ? കറക്റ്റ് ഉടമ്പടിയാണെങ്കിൽ ഉടനടി പരിഹാരമാണ്, അതിന് സംശയമില്ല കാര്യത്തിൽ. നിങ്ങളെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചിട്ട് ഇതൊരു വിഷയം ഇങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു പരസ്യവാചകമല്ലത്. അമ്മ ആദ്യം ഉടമ്പടി തന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഇത് ഉടനടി പരിഹാരമാണെന്ന്. കാര്യം എന്താണ്? സത്യസന്ധമാണ് ഉടമ്പടിയെങ്കിൽ ഉടനടിയാണ് പരിഹാരം, ഒരു സംശയമില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടിയുടെ പ്രചാരകരും പ്രയോക്താക്കളുമായി പ്രേക്ഷിതരാകാൻ എന്നെ യഥാർത്ഥ ഉടമ്പടി ജീവിതത്തിലേക്ക് ദൈവസ്നേഹത്തോടെ പുനഃക്രമീകരിക്കണമേ. ജീവിതം ധന്യമാക്കിയിടും അവൻ പറയുന്നതും ചെയ്തിടും ജീവിതം
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഇനി റിൻസി ജോസഫ് എന്നും പറഞ്ഞൊരു മോൾ ഈ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച ചില സാക്ഷ്യങ്ങളാണത്. അതിൽ റിൻസി ജോസഫിന് 4 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ റിൻസി ജോസഫ് പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ മറ്റു 3 കുഞ്ഞുങ്ങളോടും പറഞ്ഞ് നിങ്ങളുടെ കുഞ്ഞുവാവ വരുന്നുണ്ട്, കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ 3 കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകും. അപ്പോൾ കുഞ്ഞുവാവ എപ്പോഴാണ് വരണം മമ്മിയെന്ന് ചോദിക്കും. അപ്പോൾ മമ്മി ദിവസവും കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ അപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്, മമ്മിയുടെയൊക്കെ വയറിലൊക്കെ തടകിയൊക്കെ ഇരിക്കുകയാണ് കുഞ്ഞുങ്ങളെ. നല്ല രസമാണ് അത് ആ സാക്ഷ്യം കേൾക്കാൻ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ പെട്ടെന്ന് കുഞ്ഞ് അബോർഷനായി പോകും. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഈ കുഞ്ഞുവാവയെ ഇവർക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലേ. അപ്പോൾ അമ്മ കുറച്ച് ഡെസ്പാവും. അപ്പോൾ ഇതിന് വരുന്നൊരു വിഷയം, ഈ റിൻസി ജോസഫ് 2 പ്രാവശ്യം ഡെസ്പാകുന്നുണ്ട്. ഇത് ഉടമ്പടിയിലേക്ക് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം. അത് വരുമ്പോൾ എന്താ വെച്ചാൽ എങ്ങനെ ഡെസ്പായി കഴിയുമ്പോൾ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മാർക്കിംഗ് കുറവും, ഉടനെ മാർക്ക് കുറയും. കാര്യം പിന്നീട് ഇവർ അമ്മയുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനാണ്. കാര്യം ഇവർക്ക് മറ്റാർക്കും ഇല്ലാത്ത വേറൊരു കമ്മ്യൂണിക്കേഷൻ കോഡ് കിട്ടുന്നതാണ്. എന്താണ്? കൃപാസന മാതാവ് ഒത്തിരി പേര്, ഒരു 4-5 പേര് ഈ ഇത്രയും വർഷത്തിനുള്ളിൽ 4-5 പേരാ സാക്ഷ്യം വന്ന് അമ്മ വരുമ്പോൾ, കൃപാസന മാതാവ് വരുമ്പോൾ വെള്ളത്തിൻ്റെ തിരച്ചിൽ കേൾക്കാവുന്ന. അതിപ്പോൾ റിൻസി ജോസഫ് മാത്രമല്ല, വേറെ ഒത്തിരി പേര്, ഒരു 3-4 പേര് പറഞ്ഞിട്ടുണ്ട് സ്വപ്നത്തിൽ വെള്ളം തിരഞ്ഞു വരുന്നത് കാണാം, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ തിരച്ചിലിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുമെന്ന്. അത് ഭയങ്കര സംവേദനമാണ്. ആൾക്കാർ പറയുന്ന അനുഭവങ്ങളാണ്. എനിക്ക് തോന്നുന്നത് കൃപാസനം മാതാവിന് ഞാൻ 2004 ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ടപ്പോൾ കണ്ടതാണ്. പക്ഷേ ഈ ആൾക്കാർ ഇന്ന് ആയിരങ്ങൾ എന്നേക്കാൾ വ്യക്തമായിട്ടാണ് അമ്മയെ കാണുന്നതും അമ്മയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ. അത് ഉടമ്പടിയുടെ ഒരു ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ്. എന്താ കാര്യം? ഞാൻ കണ്ടതുപോലെ ഇന്ന് ആൾക്കാർ അമ്മയെ നേരിട്ട് കാണുകയും ജീവിതത്തിൻ്റെ ദുരന്തങ്ങളിൽ അമ്മ അവരുടെ മേൽ ഇടപെടുകയും ചെയ്യുകയാണ്. അമ്മയെ കണ്ട ദിവസം 15 അവരുടെ പീരീഡ്സ് എല്ലാം ഇറഗുലറായിരുന്നു. അപ്പോൾ അവൾക്ക് ഇപ്പോൾ അബോർഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കണതിന് മുമ്പ് തന്നെ പീരീഡ്സ് എല്ലാം ഇറഗുലറായിപ്പോയി. 15-ാം പക്കം പീരീഡ്സ് വരികയാണ്. ആ ഒരു സമയത്ത് അപ്പോൾ കുഞ്ഞിനെക്കുറിച്ചുള്ള ആഗ്രഹം പോലും കെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഈ പീരീഡ്സ് ഇങ്ങനെ ഇറഗുലറായിട്ട് വരണത്. അപ്പം അങ്ങനെ വരുന്ന സമയത്താണ് കൃപാസന മാതാവിൻ്റെ വെള്ളത്തിൻ്റെ തിരച്ചിൽ കേൾക്കണം ഇവളെ. അപ്പോൾ ഇത് അമ്മ വരുന്നതാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷെ അന്ന് പിറ്റേ ദിവസം ചെക്ക് ചെയ്യുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആവും. അതാണ് എൻ്റെ അത്രയും സ്പീഡായ സംഭവം. 4ാമത്തെ കുഞ്ഞ്. ഇനി 4ാമത്തെ കുഞ്ഞിന് അമ്മ കൊടുക്കണമെന്ന്. അതോടുകൂടി ഇവർ കൊണ്ടുപോയി ഒരു 2-3 മാസം 4 മാസം കഴിയുമ്പോൾ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകും. സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ സ്കാനിങ് റൂമിൽ നിന്ന് പറയും, ഇന്ന് സ്പൈനൽ കോഡ് കാണാനില്ലെന്ന് പറയും, ഇത് പെൺകുഞ്ഞാകാനാണ് സാധ്യത എന്ന് പറയും. ഒരു ആൺകുഞ്ഞിനെ അവർ ചോദിച്ചത്. അപ്പോൾ അപ്പോൾ സ്പൈനൽ കോഡ് കാണാനില്ല, ഇത് പെൺകുഞ്ഞാണെന്ന് ആകാനാണ് സാധ്യതയെന്ന് ഡോക്ടർ പറയും. അപ്പോഴും റിൻസി പറയും, ഞാനൊന്ന് പതറിപ്പോയെന്ന് പറയും. ഈ സാധനം എലിമിനേറ്റ് ചെയ്യാൻ, ഈ കണ്ടൻറ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഒരു ഉടമ്പടി പെർഫെക്റ്റ് ഉടമ്പടിയിൽ ഉള്ള ആൾക്കാർ ഈ ജോസഫ് ഗ്രിഗരിയെ പോലെയാണ്. അവിടെ പതർച്ചൊന്നുമില്ല, നേരെ പോവുകയാണ്. കാര്യം എന്താണ്? ഞങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളതിനെക്കുറിച്ച് അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ ഒരു റിൻസി ജോസഫിന് 90% ബോധ്യമാണുള്ളത്. 90% ബോധ്യമുണ്ട്. നിങ്ങൾക്കൊക്കെ മിക്കവാറും 60%, 40% ബോധ്യം ഉണ്ടാകത്തുള്ളൂ. അതാണ് ഈ ധ്യാനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ലെവൽ വർദ്ധിപ്പിക്കണം. അതിനാണ് ഞാൻ നിങ്ങളെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം. ഇതിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കണം ഉടമ്പടിയുടെ. ഇപ്പം റിൻസി ഒരു 90% ഓക്കെയാണ് ഉടമ്പടിയിൽ. പക്ഷേ ഈ 2 സമയത്ത് ഇവൾക്കൊരു പതർച്ച വരുന്നുണ്ട്. ഒന്നെന്താണ്? ആദ്യത്തെ കുഞ്ഞ് അബോർഷനായപ്പോഴും, രണ്ടാമത്തെ ആൺകുഞ്ഞ് പെൺകുഞ്ഞാണെന്ന് ഡോക്ടർ വിളിച്ച് പറഞ്ഞപ്പോഴും, അതിൻ്റെ സ്പൈനൽ കോഡ് കാണാതെ വന്നപ്പോഴും പതറിപ്പോയി. പക്ഷെ പതറിപ്പോയെങ്കിലും പ്രാർത്ഥന തീവ്രമാക്കുകയും ഉടമ്പടിയുടെ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ഉടമ്പടി ജീവിതം നയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരണ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയെന്ന് വിളിച്ച് അപ്പോൾ ഇത് പതറിപ്പോയിട്ട് പിന്നെ ഉടനെ വിളിക്കണത് അമ്മയെന്നാണ് വിളിക്കണത്. കാര്യം അമ്മയെന്ന് വിളിച്ചാൽ കൃപാസനം മാതാവെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്.
കാര്യം അവളുടെ പ്രസവങ്ങൾക്കൊന്നും അമ്മമാർ ഇത്രയും അകലെയൊക്കെ ആയത് കാരണം അമ്മമാരുടെ സാന്നിധ്യം ചിലപ്പോൾ കിട്ടിക്കാണത്തില്ലായിരിക്കും. ഇവർക്കൊരു റിലേഷൻ ഉള്ളത് കൃപാസനം മാതാവുമായിട്ടാണ്. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ ഇവർ വിളിക്കണത് കൃപാസനം മാതാവ് എന്നാണ് വിളിക്കണത്. അതാണ് എൻ്റെ വ്യത്യാസം എന്ന് പറയണത്. അപ്പോൾ അമ്മേ, കുഞ്ഞിന് സ്പൈനൽ കോഡ് കാണുന്നില്ല എന്ന് കാണുന്നില്ല പറയണല്ലോ, ഇത് പെൺകുഞ്ഞാണോ എന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ തന്നെ ആ സെക്കൻഡിന് ആ കർട്ടനൊക്കെ എല്ലാം ചാരനിറമായി മാറും. അവിടുത്തെ കർട്ടനെല്ലാം സിൽവർ ഗ്രേ, കസേര സിൽവർ ഗ്രേ, അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ വസ്തുക്കളും സിൽവർ ഗ്രേ ആയിട്ട് മാറും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും അമ്മ നേരിട്ട് ലാബ് റൂമിൽ വന്നെന്ന്. ഇത് ഭയങ്കര വല്ലാത്ത സാക്ഷ്യമാണ്. എന്നിട്ട് നേരിട്ട് വന്ന് ആ സെക്കൻഡ് ഡോക്ടർ വിളിക്കും, നോ 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 ദിസ് ഈസ് മെയിൽ ചൈൽഡ് എന്ന് പറയും. ഈ കുട്ടി ആൺകുട്ടിയാണെന്ന്. ഇതാണ് ഈ പുതിയ കാലത്തിൻ്റെ ഉടമ്പടിയിലുണ്ടാകുന്ന ഒരു വലിയ ഗ്രോത്ത് എന്ന് പറയണത്. നിങ്ങളിപ്പോഴും ഇനി താഴ്വാരങ്ങൾ തന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. മക്കൾ ഈ ഉടമ്പടി മല കയറണം, ഇതിൻ്റെ സത്യസന്ധതയോടെ കയറണം. നിങ്ങളുടെ ജപ്തി നടപടി, അതുപോലെ തന്നെ ജയിലിൽ നിന്ന് ആൾക്കാരെ ഇറക്കൽ, പറമ്പ് വിൽക്കൽ, ഇങ്ങനെയുള്ള കാര്യത്തിൽ കടിച്ചു നോക്കി കിടക്കാതെ ഉടമ്പടി എന്തിന്? ഉടമ്പടി ആത്മബന്ധത്തിന്, ദൈവവുമായി ആത്മബന്ധത്തിലാകാം. ബാക്കിയുള്ള കാര്യങ്ങൾ ആര് ചെയ്യണതാണ്? നമുക്കറിയാം. ഫീമെയിലാണെന്ന് പറഞ്ഞതിന് പെട്ടെന്ന് അമ്മ തന്നെ നേരിട്ട് വന്നിട്ട് മെയിലാക്കുകയാണ് അവിടെ. അതാണ് വിഷയം എന്ന് പറയണത്. അപ്പം ദൈവത്തിൻ്റെ അതാണ് ഈ അമ്മയ്ക്കിത് എവിടുന്ന് അമ്മയാണിത് പഠിച്ചത് ആദ്യം. എന്താണ് ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് അമ്മ പറയുമ്പോൾ മാലാഖ എന്താ പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. അതാണ് വിഷയം. ഇപ്പോൾ ഉടമ്പടിയിലാണ് നമ്മളിത് മനസ്സിലാക്കണത്. ഉടമ്പടിയിലാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് മനസ്സിലാക്കണത്. അപ്പോൾ അസാധ്യമല്ലാത്ത ദൈവവുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കണമെങ്കിൽ, എൻ്റെ മക്കൾ ഉടമ്പടി ദൈവമായിട്ട് ആണ് ചെയ്തിരിക്കണതെങ്കിൽ ഉടമ്പടി കറക്റ്റാണോ, ഉടമ്പടി സത്യമാണോ, ഉടമ്പടി ദൈവത്തിൻ്റെ ആത്മബന്ധത്തിന് വേണ്ടിയാണോ എന്ന് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ മക്കൾ ദൈവമായിട്ട് ആത്മബന്ധത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉടമ്പടി പുരോഗമിക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താടുകളഞ്ഞിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ
രേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞുങ്ങൾ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കും. നമുക്കുള്ളു സോദരൻ ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസേ നമുക്കുള്ളു സോദരി ദൈവത്തിനായി ജീവിക്കാം. ഈ ഒരായുസേ നമുക്കുള്ളു സോദരൻ ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസേ നമുക്കുള്ളു സോദരി നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം യേശുരാജനെ. നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം യേശുരാജനെ. ഈ ഒരായുസേ നമുക്കുള്ളു സോദര ദൈവത്തെ ആരാധിക്കാം. ബഹുമാനപ്പെട്ട വിപി ജോസഫച്ചനെ ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. നന്മയ്ക്കായി മാത്രമേ ചെയ്യുന്നില്ല, കഷ്ടതയിൽ നമ്മെ കൈവിടുമോ. നന്മയ്ക്കായി മാത്രമേ ചെയ്യുന്നില്ല, കഷ്ടതയിൽ നമ്മെ കൈവിടുമോ. പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാക്കുന്നു. പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഒരായുസേ നമുക്കുള്ളു സോദര
പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരികളും മുടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് എൻ്റെ മക്കളെ, രോഗമുള്ളിടത്തെല്ലാം നിങ്ങളുടെ കൈകൾ വെക്കുക. റിൻസി ജോസഫിൻ്റെ സാക്ഷ്യങ്ങളിൽ ഒന്ന്, അവളുടെ ഒരു വിഷയത്തിൻ്റെ മേൽ ദൈവിക തീരുമാനം ഇല്ലാതിരുന്നപ്പോൾ അവളുടെ പ്രാർത്ഥനയ്ക്ക് ഈ വിഷയം അവളുടെ പ്രാർത്ഥന കൊണ്ട് നടക്കാതെ വന്നപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഞാനുടനെ പ്രാർത്ഥന ഡെയിലി ബെഡിലെ പ്രാർത്ഥനയാക്കിയെടുത്തെന്ന്. എന്താണ്? ജോസഫ് അച്ഛൻ്റെ 40 വർഷത്തെ കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ എല്ലാ അയോഗ്യതയും മാറ്റുന്നത് ആ ഒറ്റ വിഷയത്തിലാണ്. നിങ്ങൾ ഉടമ്പടിയാണ് എടുത്തിരുന്നതെങ്കിൽ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയ പ്രാർത്ഥനയാണ് നിൻ്റെ പൗരോഹിത്യത്തിന് 40-ാം വർഷമെന്ന്. കാര്യം എൻ്റെ പൗരോഹിത്യം പരമാവധി ദൈവത്തിന് നിരക്കുന്ന രീതിയിൽ സാധാരണ എനിക്കെൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കാൾ കൂടുതലായി തേങ്ങ സഹിച്ചും രോഗം പിടിച്ചും കഷ്ടപ്പെട്ടും കർത്താവിൻ്റെ വേല ചെയ്തിട്ടുള്ളതാണ് ആ പൗരോഹിത്യം. ഞാനൊരു വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല. പല വിഷയവും കർത്താവ് എന്നോട് പറഞ്ഞത് ഏറ്റെടുത്ത് അതിൻ്റെ കൂടെ സഞ്ചരിച്ചു. അതിൻ്റെ വിമർശനങ്ങളും ആൾക്കാരുടെയും പലതരത്തിലുള്ള ഞെരുക്കം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് വേണ്ടി വേല പൂർത്തിയാക്കിയ പൗരോഹിത്യമാണ്. അതാണ് ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്ത ശുശ്രൂഷയുടെ ബലമാണ് എൻ്റെ പൗരോഹിത്യം എന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയണത്, കർത്താവേ എൻ്റെ പൗരോഹിത്യം 40 വർഷത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനം അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട, അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ അത് ഞാനാണിപ്പോൾ പറയണത്. എന്താ കാര്യം? അതിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ജീവിതത്തിൻ്റെ കഥനത്തിൻ്റെ കടൽ നീന്തി കയറിയ ഒരു അൾത്താറയാണിത്. ഈ അൾത്താറയിൽ നടന്ന പ്രത്യക്ഷിക്കേണ്ടതിൻ്റെ ശക്തിയാലാണ് എൻ്റെ ദൈവപൈതലെ നിൻ്റെ രോഗങ്ങളും നിൻ്റെ കണ്ണുനീരും തുടച്ചു മാറ്റാൻ വേണ്ടി നിൻ്റെ അയോഗ്യതയേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയുടെ യോഗ്യതയാൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ മക്കൾ ഒരു ജലദോഷപ്പനിയാണെങ്കിലും അത് മാറാതെ വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം വേദനയാണ്, തൊഴിൽ നഷ്ടമാണ്, കുടുംബത്തിൽ അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ രോഗികളുടെ മനോവികാരങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, അമ്മേ, പരിശുദ്ധ അമ്മേ, എല്ലാ രോഗികൾക്കും വേണ്ടി ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങളുടെ രോഗങ്ങൾ, നീരുകൾ, വാദങ്ങൾ, ആന്തരികമായ ക്യാൻസർ രോഗങ്ങൾ, പിത്താശയ രോഗങ്ങൾ, PCOD രോഗങ്ങൾ, വാതരോഗങ്ങൾ, അതുപോലെ തന്നെ ശിരസ് സംബന്ധമായ രോഗങ്ങൾ, ബ്രെയിനിലുണ്ടാകുന്ന തടസ്സങ്ങൾ, ഹൃദയത്തിൻ്റെ ആഘാതങ്ങൾ, കരളിൻ്റെ വലിപ്പങ്ങൾ, ശ്വാസകോശത്തിൻ്റെ ചുരുക്കങ്ങൾ, ഗർഭാശയത്തിൻ്റെ ഇല്ലാത്ത അവസ്ഥകൾ, അതുപോലെ തന്നെ ഗർഭാശയം ചുരുങ്ങിയ അവസ്ഥകൾ, അങ്ങനെ എവിടെയെല്ലാം എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങളുണ്ടോ, എന്തെല്ലാം രോഗങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവർ എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങൾക്ക് കൊണ്ട് വേദനിക്കുന്നുണ്ടോ, കർത്താവേ, നിൻ്റെ തിരുമുറിവാർന്ന വലതുകരം കൃപാസനം അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. ജീവൻ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ജോലിയില്ലാത്തവര്, സാമ്പത്തികമായ ബാധ്യത വിഷമിക്കുന്നവര്, സ്ഥലങ്ങൾ വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവർ, ചുറ്റുനടപടി നേരിടുന്നവര്, മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവര്, പരീക്ഷയ്ക്ക് നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ഇപ്പോഴും വേണ്ട ഉപരിവിധി പഠനത്തിനുള്ള അഡ്മിഷൻ കിട്ടാത്തവർ, വിസ പ്രോസസ്സ് വരാത്തവർ, നാട്ടിൽ അഡ്മിഷൻ കിട്ടാത്തവർ, ഇതുപോലെ തന്നെ വിസ പുതുക്കി കിട്ടാത്തവർ, ഇങ്ങനെ ഒത്തിരി കണ്ണുനീരുമായി നിൽക്കുന്ന മക്കളുണ്ട്. അവരുടെ മേഖലയെല്ലാം ആ മേഖലയെല്ലാം പല പ്രമാണ സംബന്ധമായ വിഷയങ്ങൾ, പറ്റുചീട്ട് സംബന്ധമായ വിഷയങ്ങൾ, വീടിന് നമ്പർ കിട്ടാത്തവർ, ലൈസൻസ് കിട്ടാത്തവർ, അങ്ങനെ എല്ലാ മേഖലകളോടെ സമർപ്പിച്ചുകൊണ്ട് മുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവിൽ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവിൽ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഓരോ മക്കളെ നീന്തി കയറാൻ നോക്കി കഷ്ടപ്പെടുന്ന മക്കളെല്ലാം കർത്താവ് കൃത്യമായി അവരെന്തെല്ലാം ജീവിത തടസ്സങ്ങളും ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശ്വരനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, പിതാവേ നന്ദി, പിതാവേ എല്ലാവരും മുട്ടേ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളിന്ന് ഈ ആഴ്ചയിൽ നടക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോഴും മൗനമായി മാതാവ് അൾത്താരയിൽ നിൽക്കുന്ന സമയത്ത്, ദിവ്യകുർബാനയിൽ മധ്യസ്ഥം വഹിക്കുന്ന സമയത്ത് മൗനമായി മാതാവിൻ്റെ മധ്യസ്ഥയോട് ചേർത്ത് വെക്കുക. ഈ ആഴ്ചയിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട നിമിഷങ്ങൾ, ഇൻ്റർവ്യൂ, ടെസ്റ്റ് നടക്കുന്ന സമയമാകാം, എന്തുമായിക്കൊള്ളട്ടെ, പ്രത്യേക ദിവസങ്ങൾ, ഈ ആഴ്ചയിലുള്ള നിങ്ങൾക്ക് കൂടുതൽ ദൈവാനുഗ്രഹം ആവശ്യമുള്ള ദിവസങ്ങളെ ഓർക്കുക. നിങ്ങൾ ഒറ്റക്കാണ്, നിങ്ങൾ അവിടെ നിങ്ങളുടെ മാതാവോടെ വന്നേ മതിയാവൂ എന്ന് പറഞ്ഞുള്ള ആ നിമിഷങ്ങളെ ഓർക്കുക. കൃപാസനത്തിലെ സിസ്റ്റർമാരെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നവരെ കൃപാസനത്തിൽ വന്ന് താമസിച്ച് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും അവസരമുണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ ഒരു DTP, നല്ലവണ്ണം DTP ചെയ്യുന്ന ഒരാളെ ആവശ്യമുണ്ട്. അവരുടെ മീഡിയയിൽ എഡിറ്റർ ജോലി ചെയ്യാനും ആവശ്യമുണ്ട്. നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് മാനേജറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഈ 3 കാര്യത്തിൽ ജോമർസിൻ്റെ നമ്പർ കയ്യിലുണ്ടെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സമാപനാശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.